اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സഹോദരികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുറത്തുള്ള ആളുകൾക്ക് നമ്മൾ കയറിയിരിക്കണം എന്ന് ഉണർത്തുകയാണ്. ഞാൻ ഉദ്ദേശിച്ചതിലും അല്പം സമയം വൈകിയാണ് ഇവിടെ എത്തിയത്. ഒന്ന് വീട്ടിലുള്ള കുടുംബപരമായ ചില പ്രശ്നങ്ങൾ എത്താൻ സാധിക്കില്ല, എത്താൻ ഒരു സാഹചര്യത്തിൽ നിന്ന് ഏതായാലും ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളവർക്ക് ആണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ബസ് കിട്ടാൻ അല്പം താമസിച്ചു, അതാണ് അല്പം വൈകിപ്പോയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നേരെ നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ചരിത്രം ആളുകൾ ഒരുപക്ഷെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ കാലഘട്ടത്തിൽ രചിക്കുന്നതോ അല്ലെങ്കിൽ പിൽക്കാലത്ത് ആളുകൾ എഴുതിയുണ്ടാക്കുന്നതോ ഇങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നബുവത്തിന് ശേഷം പ്രവാചകന്റെ സുന്നത്തിന്റെ ഭാഗമാണ്. പ്രവാചകന്റെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ അത് വളരെ കൃത്യമായി സത്യസന്ധമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മറ്റ് ആളുകളുടെ ചരിത്രങ്ങൾ പറയുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നത് പോലെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ പറഞ്ഞു അല്ലെങ്കിൽ പ്രവർത്തിച്ചു അല്ലെങ്കിൽ പ്രവാചകന്റെ ജീവിതത്തിൽ ഇന്നതുണ്ടായി എന്നൊക്കെ പറയുമ്പോൾ അത് ദീനിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യമായി അംഗീകരിക്കപ്പെടും. കാരണം അത് പ്രവാചകന്റെ സുന്നത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വിശ്വാസം, ഇബാദത്ത് അതുപോലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഹദീസിന്റെ വിഷയത്തിൽ സ്വീകരിക്കുന്ന അതേ കണിശത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ വിഷയത്തിലും സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ മറ്റ് പ്രവാചകൻ തന്നെ മറ്റ് ചരിത്രപരമായ വിഷയങ്ങൾ ദീനുമായോ അല്ലെങ്കിൽ വിശ്വാസാചാരങ്ങളുമായോ ബന്ധപ്പെട്ടതല്ല എങ്കിൽ അത് ചരിത്രപരമായി സ്ഥാപിക്കപ്പെട്ട വിഷയമാണെങ്കിൽ അതിനെ എതിർക്കേണ്ടതില്ല എന്ന നിലപാടും ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. ഏതായാലും പ്രവാചകന്റെ ചരിത്രം എന്ന് പറയുമ്പോൾ അത് ദീനിന്റെ ഭാഗമായിട്ടാണ് പൊതുവെ ആളുകൾ മനസ്സിലാക്കുന്നത്. അത് തെളിവ് പിടിക്കുകയും അതനുസരിച്ച് വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തെ നമ്മുടെ മലയാളത്തിൽ മാത്രമല്ല അറബി ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് അബദ്ധങ്ങളും തെറ്റായ വിഷയങ്ങളും ദുർബല റിപ്പോർട്ടുകളും എല്ലാം കൂടിക്കലർന്ന് കിടക്കുന്ന അവസ്ഥയിലാണ്. ചരിത്രം ഒരു കൃത്യതയില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഉദ്ധരിക്കുക എന്ന ഒരു രീതി പലപ്പോഴും ചരിത്രകാരന്മാർ സ്വീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതിൽ സത്യവും അസത്യവും വേർതിരിച്ച് കൃത്യമായ ശരിയായ പ്രവാചക ചരിത്രമേത് എന്നതിനെ സംബന്ധിച്ച് പഠനം നടത്തിയിട്ടുള്ള പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം
വളരെ കൃത്യമായി വേർതിരിച്ച് രേഖപ്പെടുത്തിയ, നിരൂപണം നടത്തിയ ഒരുപാട് ഗ്രന്ഥങ്ങൾ അറബിയിലുണ്ട്. പ്രവാചകന്റേത് മാത്രമല്ല, ഖുലഫാഉർ റാഷിദുകളുടെയും അതുപോലെ തന്നെ സഹാബികളുടെയും ഒക്കെ ചരിത്രങ്ങളിലും ഇതുപോലുള്ള തെറ്റായ, ദുർബലമായ, എന്നാൽ കേൾക്കാൻ ഹരമുള്ള ഒരുപാട് വിഷയങ്ങൾ നമുക്ക് കാണാം. ഇത്തരം കാര്യങ്ങളിലും ഖലീഫമാരെ സംബന്ധിച്ചൊക്കെ പറയപ്പെടുന്ന വളരെ അപകടകരമായ, നമ്മളൊക്കെ പഠിപ്പിച്ചിട്ടുള്ള വിഷയങ്ങൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ കടത്തിക്കൂട്ടിയതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ ഇത് എന്റെ ഈ സംസാരം ഒരു പൂർണ്ണമായ അവതരണമല്ല, അതിനുള്ള സമയവുമില്ല. ചില കാര്യങ്ങൾ സൂചിപ്പിക്കുക എന്നത് മാത്രമാണ്. ഇതുകൊണ്ട് നമുക്കൊരു പ്രചോദനമുണ്ടാകേണ്ടത്, കേൾക്കുന്നതൊക്കെ പറയുക എന്നുള്ളത് അത് ചരിത്രമാണെങ്കിൽ പോലും പാടില്ലാത്ത വിഷയമാണ്. പ്രത്യേകിച്ച് നബിയെക്കുറിച്ചും സഹാബത്തിനെക്കുറിച്ചും ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ചും പറയുമ്പോൾ അപ്പൊ അത് അന്വേഷിച്ച് കൃത്യമായി ഉറപ്പുവരുത്തി, എത്ര കേട്ടുകേൾവിയുള്ളതാണെങ്കിലും, എത്ര പ്രസിദ്ധമാണെങ്കിലും, എത്ര വലിയ ആള് അത് പറഞ്ഞാലും ശരി, അത് സത്യസന്ധമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം പരിശോധനകളില്ലാതെ സാധാരണഗതിയിൽ ആളുകൾ കേട്ടുവരുന്ന, സർവ്വസാധാരണമായി പറഞ്ഞു വരുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ അതിൽ പലതും ശരിയല്ല എന്ന വസ്തുത കൂടുതൽ പഠനത്തിന് നമ്മെ പ്രേരിപ്പിക്കണം. അങ്ങനെ ഒരു ഉപകാരം ഇതുകൊണ്ടുണ്ടാകണം എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഞാനും ഈ വിഷയത്തിൽ വലിയ പഠനം നടത്തിയ ആളോ അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കിയ ആളോ അല്ല. ഒരു ക്ലാസുമായി ഇത്തരമൊരു വിഷയം എന്നെ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ അത് പഠിക്കാൻ നിർബന്ധിതനാവുകയും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കുറെ പുസ്തകങ്ങൾ പരിശോധിക്കുകയും ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു. അതിൽ സാധാരണ പറയപ്പെടുന്ന പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനിടക്ക് ഒരുപാട് കാര്യങ്ങൾ തൽക്കാലം ഒഴിവാക്കുകയാണ്. ഇത് അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഒരു ഗ്രന്ഥമാക്കണം എന്ന് പലരും ആവശ്യപ്പെടാറുണ്ട്. പക്ഷേ ഞാൻ എഴുതുന്ന ഒരാളല്ലാത്തത് കൊണ്ട് അതിലേക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല. അതൊരു എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു ഗ്രന്ഥമാകാൻ ഉള്ള തൗഫീഖിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതിന്റെ ജനനമാസമാണ്. അതിൽ പ്രവാചകൻ ജനിച്ചത് റബീഉൽ അവ്വൽ 12 എന്ന് കണിശമായി വാദിക്കുകയും ആ 12 ആളുകൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത, വാഹനത്തിൽ യാത്ര ചെയ്യാൻ കഴിയാത്ത, രോഗികൾക്ക് ആശുപത്രിയിൽ പോകാൻ കഴിയാത്ത രീതിയിൽ ആകെ ഒരു പ്രവാചകന്റെ ജന്മദിനം എന്ന് ധരിക്കപ്പെടുന്ന ഒരു ദിവസം ലോകർക്ക് കാരുണ്യമായി എന്ന് പരിചയപ്പെടുത്തപ്പെട്ട പ്രവാചകന്റെ ജന്മദിനം ജനങ്ങൾക്ക് ശാപമായി മാറുന്ന അവസ്ഥ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രവാചകൻ ജനിച്ചത് റബീഉൽ അവ്വൽ 12 റബീഉൽ അവ്വൽ എന്നത് പ്രത്യേകതയുണ്ട് എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. ഞാനതിന്റെ മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് റബീഉൽ അവ്വൽ 12 എന്നത് കൃത്യമായി തെളിയിക്കപ്പെട്ടതോ ഏകകണ്ഠമായി പണ്ഡിതന്മാർ അംഗീകരിച്ചതോ ആയ ഒരു കാര്യമല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനിച്ച വർഷത്തെ സംബന്ധിച്ചും മാസത്തെ സംബന്ധിച്ചും ഒക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അതിൽ ഏകദേശം ഭൂരിപക്ഷ പണ്ഡിതന്മാരും അംഗീകരിച്ചിട്ടുള്ള ഒരു വിഷയം, പ്രവാചകൻ ജനിച്ചത് ആമുൽ ഫീൽ, ആനക്കലഹ വർഷം എന്നറിയപ്പെടുന്ന ആ വർഷത്തിലാണ് എന്നതാണ്. അതായത് ക്രിസ്താബ്ദം 571. ഇതാണ് ഏറെക്കുറെ തർക്കമില്ലാത്ത ഒരു കാര്യം. രണ്ടാമത്തെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് തിങ്കളാഴ്ച ദിവസമാണ്. അതിലും ആർക്കും തർക്കമില്ല. കാരണം പ്രവാചകന്റെ ജനനത്തെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസമാണ്. ആ ദിവസത്തിലുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ച് സ്വഹീഹായ ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തിങ്കളാഴ്ച നോമ്പിനെ സംബന്ധിച്ച് പറയുന്ന അതുപോലുള്ള ഹദീസുകളിൽ. അപ്പൊ ഇത് തർക്കമില്ലാത്ത കാര്യമാണ്. തിങ്കളാഴ്ചയാണ്. ഭൂരിപക്ഷ അഭിപ്രായമനുസരിച്ച് ആനക്കലഹം, അതായത് അബ്രഹത്തും സൈന്യവും ആനയുമായി കഅബാലയം തകർക്കാൻ വേണ്ടി വന്ന, അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങി മരിച്ച, ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്ന മിന, മുസ്ദലിഫ
അതിനിടയ്ക്കുള്ള വാദി മുഹസ്സിർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഇന്നും അവിടെ ആ പ്രത്യേകമായ ആ സ്ഥലം അടയാളപ്പെടുത്തിയതും വാദി മുഹസ്സിർ എന്ന പേരും ഇത് രണ്ടിനും ഇടയ്ക്കുള്ള ആ പ്രദേശത്ത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ജനിച്ച മാസത്തെ സംബന്ധിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വലിലാണ് ജനിച്ചത്. മറ്റൊരു അഭിപ്രായം റമദാനിലാണ് ജനിച്ചത്. അപ്പോൾ അവിടെ ഈ തർക്കമാണ്. ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറയുന്നത് റബീഉൽ അവ്വലിലാണ്. അപ്പോൾ ഏകകണ്ഠമായ അഭിപ്രായമല്ല, മറിച്ചുള്ള അഭിപ്രായം റമദാനിലാണ് എന്ന്. ഇനി ദിവസം പരിശോധിച്ചാൽ 7 അഭിപ്രായങ്ങൾ പ്രവാചകൻ ജനിച്ച ദിവസത്തെ സംബന്ധിച്ച് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ആളുകൾ തന്നെ അംഗീകരിക്കുന്ന ചരിത്രകാരനും പണ്ഡിതനും ഖുർആൻ വ്യാഖ്യാതാവുമായ ആളാണ് ഹാഫിദ് ഇബ്നു കസീർ. അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത് റബീഉൽ അവ്വൽ 12-നാണ് എന്ന് പറയുന്ന 2 റിപ്പോർട്ടുകൾ, ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന 12-നാണ് എന്ന് പറയുന്ന റിപ്പോർട്ടിൽ ഫീഹി ഇൻഖിതാഉൻ, അതിന്റെ സനദ് പരിപൂർണമല്ല, അതിന്റെ പരമ്പരയിൽ കണ്ണി മുറിഞ്ഞു പോയിട്ടുണ്ട്, ഇടയ്ക്ക് ആളുകൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇന്നാളിൽ നിന്ന് കിട്ടു, അയാൾ ഇന്നാളിൽ നിന്ന് കിട്ടു എന്നത് കൃത്യമായ പരമ്പരയില്ലാത്ത, ഇടയ്ക്ക് ആള് വിട്ടുപോയ പരമ്പരയിലൂടെയാണ് റബീഉൽ അവ്വൽ 12-നാണ് പ്രവാചകൻ ജനിച്ചത് എന്ന അഭിപ്രായം വന്നിട്ടുള്ളത് എന്നാണ് ഹാഫിദ് ഇബ്നു കസീർ ആ വിഷയത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയത്. അപ്പോ ഈ ആളുകൾ തന്നെ അംഗീകരിക്കുന്ന പണ്ഡിതൻ അതിനെ ഖണ്ഡിക്കുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പറയപ്പെടുന്നത് അഭിപ്രായങ്ങൾ റബീഉൽ അവ്വൽ 2-നാണ്, 8, 10, 12, 17, 22 6 ദിവസങ്ങൾ. അതായത് പല ആളുകളുടെയും അഭിപ്രായങ്ങളാണ്. 2 എന്ന് പറഞ്ഞ ആളുകളുണ്ട്, 2, 8, 10, 12, 17, 22. അപ്പൊ 6 ദിവസമായി. 6 ദിവസം നബിയെ പ്രസവിച്ചെന്നല്ല, പലരുടെയും അഭിപ്രായം. ഒരാൾ 2 വരെ, ഒരാൾ 8 എന്ന് അറിയുന്നു. അപ്പോൾ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായി. അതിൽ നമ്മുടെ നാട്ടിൽ അംഗീകരിക്കപ്പെടുന്നത് എന്താണ്? 12-നാണ് ജനിച്ചത് എന്ന് ഏകകണ്ഠമായി നമ്മുടെ നാട്ടിൽ സ്ഥാപിക്കുകയും അന്ന് നബിദിനത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നു. പിന്നെ എല്ലാവർക്കും കൂടി ഒരുമിച്ച് നിന്നാനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് അതിന്റെ വയറിന്റെ സൗകര്യത്തിന് വേണ്ടി 12 എന്നുള്ളത് ഒരു മാസം മുഴുവനാക്കി ആഘോഷിക്കുന്നു എന്നതാണ്. ആ ആളുകളുടെ വിശ്വാസം 12-നാണ് എന്നതാണ്. ഇനി ഈ വ്യത്യസ്തമായ അല്ലെങ്കിൽ 6 അഭിപ്രായങ്ങൾക്ക് പുറമെ ആധുനികരായ ഗോളശാസ്ത്ര പണ്ഡിതന്മാർ മഹ്മൂദ് പാഷ, അതുപോലെ തന്നെ മുഹമ്മദ് സുലൈമാൻ അൽ മുബാറക് പൂരി, അബ്ദുല്ലാഹിബിൻ ഇബ്രാഹിം എന്നിങ്ങനെയുള്ള ആധുനികരായ മുസ്ലിങ്ങളായ ഗോളശാസ്ത്ര പണ്ഡിതന്മാർ അവർ ഈ 6 അഭിപ്രായങ്ങളെ സംബന്ധിച്ചും ഗോളശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കണക്കനുസരിച്ച് ഗവേഷണം നടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തെക്കുറിച്ചും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് റബീഉൽ അവ്വൽ 9-നാണ് എന്നതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ 6 അഭിപ്രായങ്ങളിലും ഇല്ലാത്ത ഒന്നാണ് റബീഉൽ അവ്വൽ 9. കാരണം ഇങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് ബേക്കോട്ട് കണക്ക് കൂട്ടിയാൽ തിങ്കളാഴ്ച ആണ് എന്നുള്ളത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. അപ്പൊ ആ തിങ്കളാഴ്ചയുമായി യോജിച്ചു വരുന്നത് നേരത്തെ പറഞ്ഞ 7 ദിവസങ്ങളും 6 ദിവസങ്ങളും യോജിച്ചു വരുന്നില്ല. യോജിച്ചു വരുന്നത് 9-ആണ്. കാരണം 9 ഈ തിങ്കളാഴ്ചയുമായി ബന്ധപ്പെടുന്നുള്ളൂ. അപ്പൊ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലും കണക്ക് കൊണ്ടും സ്ഥാപിതമായിട്ടുള്ളത് റബീഉൽ അവ്വൽ 9-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എന്നാണ്. അപ്പോ നമുക്കറിയാം, ഇപ്പൊ ഈ സെൻസസിന്റെ ഡ്യൂട്ടിയൊക്കെ പോയ ആളുകൾക്കറിയാം, അതിന് കൊടുത്തിട്ടുള്ള ഹാൻഡ് ബുക്ക്, അതിൽ വയസ്സ് ചോദിക്കും. വയസ്സ് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അറബി, ചില ആളുകൾക്ക് അറബി മാസം അറിയാം, ചില ആളുകൾക്ക് മലയാള മാസം അറിയാം, പിന്നെ ദിവസം കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോ ഇങ്ങനെയുള്ള ആളുകളൊക്കെ പരിഗണിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ബേക്കോട്ട് ഒരു 10 100 ഇരുപത്തിൻ്റെ ബുക്ക് കുറെ കൊല്ലം ബേക്ക് വരെ ഒരാൾ ഇന്ന അറബി വർഷം പിന്നെ ഇന്ന മാസം ഞാൻ ജനിച്ചു എന്ന് പറഞ്ഞാൽ കൃത്യമായി ആ ചാർട്ട് അനുസരിച്ച് അയാൾ ഏത് ഇംഗ്ലീഷ് വർഷം ഏത് മാസത്തിൽ ജനിച്ചു എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഇംഗ്ലീഷ് മാസവും ആ വർഷവും അറബി വർഷവും തമ്മിലുള്ള വ്യത്യാസം ഒരു വർഷത്തിൽ ഏകദേശം 11 ദിവസമാണ്. അപ്പൊ അങ്ങനെ ഈ കണക്ക് വെച്ച് ബേക്കോട്ട് പോയാൽ കൃത്യമായ കണക്ക്, ആ കണക്ക് വെച്ചിട്ടാണ് ഈ ഗോളശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് റബീഉൽ അവ്വൽ 9-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ ശരിയായ അഭിപ്രായമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചു എന്ന് പ്രവാചകന്റെ പോരിശമറിയുന്ന ഗ്രന്ഥങ്ങളിലും ഇത്തരം മൗലിദ് പ്രഭാഷണങ്ങളിലും വയലുകളിലും അതുപോലെ ഒരുപാട് പുസ്തകങ്ങളിലുമൊക്കെ മലയാളത്തിലും അറബിയിലും എല്ലാം എഴുതി വച്ചിട്ടുണ്ട്. അത്ഭുതകരമായ പല കഥകളും അതിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം കിസ്റ ചക്രവർത്തിയുടെ കൊട്ടാരത്തിന്റെ 14 ബാൽക്കണികൾ, അതായത് ഷുർഫാത്ത്, തകർന്നു വീണു. നബി ജനിച്ച ദിവസം ഉണ്ടായ അത്ഭുതമാണ് പേർഷ്യൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തിന്റെ 14 ബാൽക്കണികൾ തകർന്നു വീണു. അതുപോലെ പേർഷ്യയിലെ അഗ്നി ആരാധകർ ആരാധിച്ചുകൊണ്ടിരുന്ന 1000-ഓളം വർഷങ്ങളായി അണയാതെ കിടക്കുന്ന തീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം, ഇതൊരു ശിർക്കിന്റെ ആരാധനയാണല്ലോ. അപ്പൊ ഇവർ ആരാധിച്ചിരുന്ന തീ തന്നെ, മജൂസികൾ എന്ന് പറഞ്ഞാൽ അഗ്നി ആരാധകരാണ്, അവരുടെ ആ തീ അണഞ്ഞുപോയി, കെട്ടുപോയി. സാവ തടാകത്തിന് ചുറ്റുമുണ്ടായിരുന്ന കെനീസകൾ, ചർച്ചുകൾ, അവ തകർന്നുപോയി. അതുപോലെ തന്നെ സാവ തടാകം വറ്റി വരണ്ടു. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം ഉണ്ടായ അത്ഭുതങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ തൊബരിയും അതുപോലെ തന്നെ ബൈഹഖിയും മറ്റുള്ള ആളുകളുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ഒരു റിപ്പോർട്ടും ലൈസ ലഹു ഇസ്നാദുൻ സാബിത്, ഒന്നും സ്ഥിരപ്പെട്ട സനദിലൂടെ ഉദ്ധരിക്കപ്പെട്ടവയല്ല, മറിച്ച് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ ഒന്ന് സനദ് കൊണ്ട് ഇത് സ്ഥിരപ്പെട്ടിട്ടില്ല. നബി ജനിച്ച ദിവസം അങ്ങനെ സംഭവം ഉണ്ടായി എന്ന് നമ്മൾ അത് പ്രവാചകന്റെ മഹത്വമായി പറയണമെങ്കിൽ അത് കൃത്യമായ രേഖയിലൂടെ സ്ഥിരപ്പെടണം. അപ്പൊ അത് അങ്ങനെ ഒരു സനദില്ല. സനദ് എന്താണെന്നുള്ള നമുക്കറിയില്ല. മുടിയുമായി ബന്ധപ്പെട്ട് സനദ് ചർച്ചയായ കാര്യമാണ്, ആർക്കും അറിയാം സനദ് എന്താണെന്നുള്ളത്. അപ്പൊ ആ സനദ് സ്ഥിരപ്പെട്ടിട്ടില്ല. സ്ഥിരപ്പെടാത്ത സ്ഥിതിക്ക് അത് വിശ്വസിക്കാൻ നമുക്ക് സാധ്യമല്ല. മാത്രവുമല്ല, ഇപ്പൊ ഇത് മജൂസികൾക്കിടയിലും ക്രിസ്ത്യാനികൾ താമസിക്കുന്ന സ്ഥലത്തും പേർഷ്യൻ രാജാവിന്റെ കൊട്ടാരത്തിലും ഒക്കെ നടന്ന സംഭവങ്ങളാണ് എങ്കിൽ ആ കാലഘട്ടത്തിലെ ആളുകൾ അതിൽ ഉത്ബുദ്ധരായ, അതുപോലെ തന്നെ സാംസ്കാരികമായും നാഗരികതയിലും ഒക്കെ മികച്ചു നിന്നിരുന്ന ആളുകളാണ് ആ കാലഘട്ടത്തിലെ റോമൻ പേർഷ്യ സാമ്രാജ്യങ്ങൾ. എങ്കിൽ അവരുടെ നാട്ടിൽ ഇത്തരം അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അറബി നബി നാട്ടിൽ പോട്ടെ, ആ രാജ്യങ്ങളിലുമായി ബന്ധപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങളിൽ അത് രേഖപ്പെടുത്തപ്പെടണം. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു അത്ഭുതമുണ്ടായി, ഈ ദിവസം ഞങ്ങളുടെ തീ അണഞ്ഞു പോയി, അല്ലെങ്കിൽ ബാൽക്കണികൾ തകർന്നു വീണു, അല്ലെങ്കിൽ തടാകം പറ്റി, അല്ലെങ്കിൽ ചർച്ച് വീണു. അപ്പൊ അവരുടെ ചരിത്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു രേഖ ആരും രേഖപ്പെടുത്തിയിട്ടില്ല എന്നും ചരിത്രകാരന്മാർ നിരൂപണമായി അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതൊന്നും അത്ഭുതകരമായി അല്ലെങ്കിൽ നല്ല ഹരത്തിനു വേണ്ടി പറയാവുന്ന വിഷയങ്ങളാണ്. ചരിത്രപരമായി ശരിയായി നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ സഹീഹു സീറത്തിൻ നബവിയ്യ എന്ന് പറയുന്ന ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ഗ്രന്ഥത്തിന് നടത്തിയിട്ടുള്ള പരിശോധനാ ഗ്രന്ഥം, അതിൽ അദ്ദേഹം പറയുന്നത് ഈ പേർഷ്യൻ ചക്രവർത്തിയുടെ കൊട്ടാരങ്ങൾ വിറകൊണ്ടു തകർന്നു വീണു, മജൂസികളുടെ അഗ്നികുണ്ഡം തകർന്നുപോയി. ഇതുപോലെ തന്നെ 2 മൂബദാൻ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുള്ള ഖാദിയുടെ സ്ഥാനത്ത് പേർഷ്യക്കാരുടെ വിശ്വാസമനുസരിച്ച് അവരിലെ പണ്ഡിതനും ഫഖീഹും അതുപോലെ തന്നെ മൗലവി ഖാദിയുമായി അറിയപ്പെടുന്ന ആൾക്ക് അവർ ഉപയോഗിക്കുന്ന പേരാണ് മൂബദാൻ എന്ന് പറയുന്നത്. ഈ ആളുകൾ ചില സ്വപ്നങ്ങൾ കണ്ടു എന്നൊക്കെ പറയുന്ന റിപ്പോർട്ടുകൾ, അതായത് അറബികളുടെ കുതിര ഇവരുടെ രാജ്യത്തേക്ക് കടന്നു വരുന്നതായി, അതായത് ഒരു കാലത്ത് ഇനി അറബികൾ ഇവരുടെ രാജ്യം കീഴടക്കും എന്നൊക്കെയുള്ള ചില സ്വപ്നങ്ങൾ ഈ പുരോഹിതന്മാർ മൂബദാൻ കണ്ടു എന്നതാണ്. ഇത്തരം റിപ്പോർട്ടുകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി പറയുന്നത് ലൈസ ഫീഹി ഷൈഉൻ, അതിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിൽ സ്വീകാര്യയോഗ്യമായ ഒരു വസ്തുതയുമില്ല എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്.
മൂന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് അത്ഭുതമായി പറയാറുള്ളത്, സാധാരണ എല്ലാവരും ജനിച്ചതിന് ശേഷമാണ് ചേലാകർമ്മം സുന്നത്ത് നടത്താറുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ കറാമത്തി അന്നി ഉലിത്തു മഖ്തൂനൻ, നമ്മുടെ നാട്ടിലെ മൗലിദ് കിതാബുകളിൽ അടക്കം ഉദ്ധരിക്കപ്പെടുന്നത് പോലെ ഞാൻ ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായിട്ടാണ് ജനിച്ചു വീണത്. വലം യറ അഹദുൻ സൗഅത്തി, ആരും എന്റെ നഗ്നത കണ്ടിട്ടില്ല, ജനിച്ച മുതൽക്കേ നബിയുടെ ഔറത്ത് ആരും കണ്ടിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ തൊബറാനി അദ്ദേഹത്തിന്റെ മുഅ്ജമുസ് സഗീറിലും അതുപോലെ തന്നെ ഔസത്തിലും ഖതീബുൽ ബഗ്ദാദി അദ്ദേഹത്തിന്റെ താരീഖിലും ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഈ വിഷയങ്ങൾ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാക്കിം തന്റെ മുസ്തദ്റക്കിൽ ഇത് ഏകകണ്ഠമായി അംഗീകരിക്കപ്പെടുന്ന വിഷയമാണ് എന്നുപോലും പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ചരിത്ര ഗ്രന്ഥങ്ങളിലും ഹദീസ് ഗ്രന്ഥങ്ങളിലും പറയപ്പെട്ടിട്ടുള്ള ഒരു പൂരിശയാണ് പ്രവാചകൻ ചേലാകർമ്മം ചെയ്തപ്പെട്ടവനായി, അതുപോലെ തന്നെ പൊക്കിൾ കൊടി മുറിച്ചു മാറ്റപ്പെട്ടവനായി. സാധാരണ പൊക്കിൾ കൊടി പ്രസവിച്ചതിന് ശേഷം നൂലൊക്കെ കെട്ടിട്ട് മുറിഞ്ഞു പോകലാണ്. എന്നാൽ നബി ജനിക്കുമ്പോൾ തന്നെ നബിയുടെ പൊക്കിൾ കൊടി മുറിഞ്ഞു പോയിരുന്നു, അത് വേർപെട്ടാണ് പ്രവാചകൻ വന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ഒന്നും സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. ഇമാം ദഹബി അദ്ദേഹത്തിന്റെ തൽഹീസിൽ രേഖപ്പെടുത്തുന്നത് മാ അഅലമു സിഹ്ഹത ദാലിക്, ഇതിന്റെ സ്വീകാര്യതയെക്കുറിച്ച് എനിക്കൊന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഫകൈഫ മുതവാത്തിർ, ഹാക്കിം തന്റെ മുസ്തദ്റക്കിൽ പറഞ്ഞത് ഇത് മുതവാത്തിറായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യമാണ്. മുതവാത്തിർ എന്ന് പറഞ്ഞാൽ സംഘമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട, നിഷേധിക്കാൻ കഴിയാത്ത ചരിത്രമാണ് പ്രവാചകൻ ചേലാകർമ്മം നടത്തപ്പെട്ടവനായി ജനിച്ചു വീണു എന്നത്. അതിനെ സംബന്ധിച്ച് ദഹബി അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പറയുന്നത് സ്വീകാര്യയോഗ്യമായ ഒരു റിപ്പോർട്ടും ഇതിൽ കാണാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു കാര്യം ഫകൈഫ മുതവാത്തിർ, പിന്നെ എങ്ങനെയാണത് മുതവാത്തിറായി മാറുക എന്നാണ് ഇമാം ദഹബി ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചിട്ടുള്ളത്. ഇതേ അഭിപ്രായമാണ് ഹാഫിദ് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായ വൻ നിഹായ എന്ന് പറയുന്ന തന്റെ പ്രസിദ്ധമായ 10-13 വാള്യങ്ങളിലുള്ള ചരിത്ര ഗ്രന്ഥത്തിന്റെ 2ാം വാള്യം 225-65 പേജിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ മൗലിദ് കിതാബിൽ പറഞ്ഞിട്ടുള്ള വിഷയമാണ്. ഇതിനോടനുബന്ധിച്ച് കാണാൻ കഴിയുന്ന മറ്റു ചില കാര്യങ്ങൾ, സാധാരണ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആദ്യം നോർമൽ പ്രസവം എന്ന് പറഞ്ഞാൽ ആദ്യം തല പുറത്തേക്ക് വരുന്നു, പിന്നെയാണ് കാല് വരുന്നത്. അത് തലതിരിഞ്ഞെന്ന് പറഞ്ഞാൽ തലതിരിയല്ല, തല നേരെയായി. തലതിരിയാന്നാൽ തല മേലോട്ട് തിരിച്ചാണ്. പ്രസവത്തെ സംബന്ധിച്ചിടത്തോളം നേരായ പ്രസവം എന്ന് പറഞ്ഞാൽ തലതിരിയലാണ്. തല ആദ്യം വരണം. ആദ്യം കാല് വന്നാൽ പ്രസവിക്കൂല, അപ്പോഴാണ് സിസേറിയൻ നടത്തേണ്ടി വരുന്നത്. കാരണം 2 കാലും വിലങ്ങായി ഇത് പുറത്തേക്ക് വരില്ല, തല വന്ന് പുറത്ത് കടന്നു വരും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തേക്ക് വന്നത് മുഖം പിന്നെ താഴോട്ടായി, 2 കൈയും നിലത്ത് കുത്തി. സാധാരണ കുഞ്ഞ് വരെ തല മുഖം മോളോട്ട, ഇത് നേരെ തിരിഞ്ഞ് പ്രവാചകൻ 2 കൈയും നിലത്ത് കുത്തി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രവാചകൻ ജനിച്ചു വീണത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ പറ്റും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുമ്പോൾ ആകാശത്തിലേക്ക് നോക്കിപ്പോ, ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ മേലോട്ടാ നോക്കി, അങ്ങനെ തല ഉയർത്തി മേലോട്ട് നോക്കിയിട്ടാണ് വരുന്നത്. പ്രവാചകൻ ജനിച്ചു വീഴുന്ന ആ വീട്ടിൽ, അവിടെ റൂമിൽ നമ്മുടെ നാട്ടിലുള്ള ഉറി എന്ന് പറഞ്ഞ സാധനം, ഇന്നിപ്പോ ഉറി എന്ന് പറഞ്ഞാൽ കാണാൻ കിട്ടാത്ത സാധനമാണ്. പണ്ടൊക്കെ കലവും കുടുക്കയൊക്കെ തൂക്കിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാരണം വീട്ടിണ്ടാക്കിയ ഉറി ഉണ്ടല്ലോ, ആ ഉറിയിൽ കലമുണ്ടായിരുന്നു. അപ്പൊ ഈ കലം പ്രവാചകൻ ആകാശത്തിലേക്ക് നോക്കാൻ തടസ്സമായി. അങ്ങനെ ഈ കലം പൊട്ടിത്തെറിച്ചു പോയി. അങ്ങനെ കലം തെറിച്ച് പൊട്ടിത്തെറിച്ചിട്ട് പ്രവാചകൻ ആകാശത്തിലേക്ക് നോക്കാനുള്ള വഴി ഒരുക്കി. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന സമയത്ത് ഉണ്ടായ അത്ഭുതമായി പറയപ്പെടുന്ന കാര്യമാണ്. എന്നാൽ ഇതൊന്നും സ്വഹീഹായ ചരിത്രങ്ങളിലൂടെ ഉദ്ധരിക്കപ്പെട്ട ഒരു വിഷയമല്ല. മറിച്ച് ഇതിൽ വിശ്വസിക്കാവുന്ന ഒരേ ഒരു കാര്യം ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി രേഖപ്പെടുത്തിയിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം നിരൂപണം നടത്തി പറഞ്ഞിട്ടുള്ള, അതേപോലെ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട ഷെയ്ഖ് ഷുഐബ് അൽ അർണൌസ്, അദ്ദേഹം ഹസനാണ്, അതായത് സ്വഹീഹിന്റെ തൊട്ടു താഴെയായി സ്വീകാര്യയോഗ്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഖാല ദഅവതു അബി ഇബ്രാഹിം, ഞാൻ എന്റെ പിതാവ് ഇബ്രാഹിമിന്റെ, പിതാവ് എന്നാൽ ആദർശ പിതാവ്, മില്ലത്ത് അബീക്കും ഇബ്രാഹിം എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ
നമ്മുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന അനുസരിച്ച് ജനിച്ചവനാണ് ഞാൻ. വബുശ്ര ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സന്തോഷ വാർത്ത അറിയിച്ച എനിക്ക് ശേഷം വരുമെന്ന് പറഞ്ഞ അഹമ്മദ് എന്ന പ്രവാചകനാണ് ഞാൻ. വറഅതു ഉമ്മി എന്റെ ഉമ്മ സ്വപ്നം കണ്ടിരുന്നു അന്നഹു യഖ്റുജു മിൻഹാ നൂറുൻ ഉമ്മ ആമിനയിൽ നിന്ന് ഒരു പ്രകാശം പുറത്തു വരുമെന്നും അലാഅത്ത് മിൻഹാ ഖുസൂർ ഷാം ഉമ്മയിൽ നിന്ന് പുറത്തു കിടക്കുന്ന പ്രകാശം ആ പ്രകാശം സിറിയയിലെ കൊട്ടാരങ്ങളെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു കിടക്കുന്ന പ്രകാശം ആ പ്രദേശത്തെ കൊട്ടാരത്തെ പ്രകാശിപ്പിക്കുന്നു എന്ന ഒരു സ്വപ്നം എന്റെ ഉമ്മ കണ്ടിരുന്നു എന്ന റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ട് ഹസനാണ് എന്ന് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനിയും ഷുഐബ് അൽ അർണാവുത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് വിശ്വസിക്കാം. ഉമ്മ കണ്ട സ്വപ്നം മറ്റത് രണ്ടും ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. ഇത് വേറെ റിപ്പോർട്ടുകളിലൂടെ തന്നെ രണ്ടും ഖുർആനിലുള്ളതാണ്. അതുപോലെ തന്നെ മറ്റ് ഹദീസുകളിലൂടെയും സ്ഥിരപ്പെട്ടിട്ടുള്ള വിഷയമാണ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഈസാ നബിയുടെ സന്തോഷ വാർത്ത അറിയിക്കാൻ. അപ്പൊ അതിൽ യാതൊരു തർക്കവുമില്ല. ഉമ്മ കണ്ട സ്വപ്നം ഈ റിപ്പോർട്ട് അനുസരിച്ച് ഹസനാണ് എന്നതുകൊണ്ട് അത് നമുക്ക് സ്വീകരിക്കാം. അതിനപ്പുറം നബിയുടെ ജനനവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അത് ദുർബലമാകുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ നുബുവത്തിന്റെ മുമ്പ് മക്കയിലെ ഖുറൈശികളും അതുപോലെ തന്നെ കിനാന, ഖൈസ്, ഐലാൻ ഗോത്രക്കാരും തമ്മിൽ രണ്ട് വശങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ള വളരെ രൂക്ഷമായ രക്തത്തിന്റെ പുഴയൊഴുകിയ വർഷങ്ങൾ നീണ്ടുനിന്ന ചരിത്രങ്ങളിൽ സുപ്രധാനമായി അറിയപ്പെടുന്ന ഒരു യുദ്ധമാണ് ഹർബുൽ ഫിജാർ. പ്രവാചക ചരിത്രം വായിക്കുന്ന എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ഹർബുൽ ഫിജാർ യുദ്ധമുണ്ടായി എന്നത് ശരിയാണ്. എന്നാൽ ആ ഹർബുൽ ഫിജാർ യുദ്ധത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു എന്നും അതിൽ പങ്കെടുത്ത എന്റെ പിതാവിന്റെ സഹോദരന്മാരെ അവർക്ക് നേരെ വരുന്ന അമ്പുകൾ ഞാൻ തടുത്തിരുന്നുവെന്നും അവരെ ഞാൻ സംരക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു എന്നും അതിൽ പങ്കെടുത്തത് ഒരു തെറ്റായിപ്പോയി എന്ന് പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ആ യുദ്ധത്തിൽ ഞാൻ പങ്കെടുത്തത് എന്ന് പ്രവാചകൻ പറഞ്ഞു എന്നുമുള്ള റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. അപ്പോൾ വളരെ മോശമായ ഒരു യുദ്ധമാണ് ഹർബുൽ ഫിജാർ. ആ യുദ്ധത്തിൽ പ്രവാചകൻ പങ്കെടുത്തു എന്ന് ചരിത്രങ്ങൾ പറയുന്നു. എന്നാൽ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി ഫിഖ്ഹു സീറ എന്ന് പറയുന്ന ഒരു പുസ്തകം, അതായത് മുഹമ്മദ് ഖസാലിയുടെ ഗ്രന്ഥമാണ് ഫിഖ്ഹു സീറ എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിന് ഷെയ്ഖ് അൽബാനി തഹ്ഖീഖ് നടത്തിയിട്ടുണ്ട്. അതിൽ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, ശരിയാണോ അല്ലേ എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ അസീറത്തുൻ നബവിയ്യ എന്ന പുസ്തകത്തിന് നിരൂപണം നടത്തിക്കൊണ്ട് സഹീഹു സീറത്തുൻ നബവിയ്യ എന്നൊരു ഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിൽ ഈ വിഷയം ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി സഹീഹാണ് എന്നുള്ള നിലക്ക് ഉൾപ്പെടുത്തിയിട്ടുമില്ല. അപ്പൊ എന്താ, ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി ഈ വിഷയത്തെക്കുറിച്ച് മൗനം പാലിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതേപോലെ മറ്റു പല പണ്ഡിതന്മാരും ഈ വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിരൂപണം നടത്തിയ ആളുകൾ അതിനെക്കുറിച്ച് പറയാതെ പോയിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ പഠനം നടത്തിയിട്ടുള്ള മദീനയിലുള്ള ഇറാഖുകാരനായ വളരെ പ്രസിദ്ധനായ ഒരുപാട് പ്രവാചക ചരിത്രവുമായി ബന്ധപ്പെട്ട തിസീസുകൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ആളാണ് ദുക്തൂർ അക്രം അൽ ഉമരി. ഇയാള് ജന്മം കൊണ്ട് ഇറാഖുകാരനാണ്, ഇപ്പോൾ സൗദിയിലാണ്. അദ്ദേഹത്തിന്റെ പ്രവാചക ചരിത്രവുമായി ബന്ധപ്പെട്ട നിരൂപണ പഠനത്തിൽ അദ്ദേഹം പറയുന്നത് വലം യസ്ബുത് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഹീദഹ, പ്രവാചകൻ ആ യുദ്ധത്തിൽ പങ്കെടുത്തു എന്നത് സ്ഥിരപ്പെട്ടിട്ടില്ല. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം മാത്രമല്ല, പ്രവാചകന്റെ സ്വഭാവങ്ങൾ, ഗുണങ്ങൾ, പ്രവാചകനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ശ്രേഷ്ഠമായ എന്തെല്ലാം പ്രവാചകൻ പഠിപ്പിച്ച ഗുണങ്ങളുണ്ടോ, പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ വിലക്കിയിട്ടുള്ള എന്തെല്ലാം മോശമായ സ്വഭാവങ്ങളുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന മക്കാരിമുൽ അഖ്ലാഖ് എന്ന് പറയുന്ന അതിന്റെ ആദ്യ ഭാഗത്തുള്ള പേരാണ് ഞാൻ പറഞ്ഞത്. ആ പുസ്തകം 12 വാള്യങ്ങളിൽ സൈറ്റിലത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട്. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് വിതരണം ചെയ്യുന്ന പുസ്തകം വാങ്ങുകയാണെങ്കിൽ കുറച്ചധികം പൈസ കൊടുക്കണം. 12 വാള്യങ്ങളിലുള്ള പുസ്തകം. ഇത് ഒരു പറ്റം പണ്ഡിതന്മാർ കൂടി ഒരു ഗവേഷണ പഠനം എന്നുള്ള നിലക്ക് എഴുതിയിട്ടുള്ള പ്രവാചകനുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ്. അതിൽ പ്രവാചകന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നു. നളറത്തുൻ നഈം ഫി മകാരിമി അഖ്ലാഖി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് പുസ്തകത്തിന്റെ പേര്. നളറത്തുൻ നഈം എന്ന് പറഞ്ഞാൽ അതാണ് അറിയപ്പെടുന്നത്.
അതിൽ പറയുന്നത് ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ യുദ്ധത്തിൽ പങ്കെടുത്തു എന്നത് ലം യത്ബുത്, സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പോ നിരൂപണം നടത്തിയ ആളുകൾ പറഞ്ഞത് ഇത് സ്ഥിരപ്പെട്ട ഒരു റിപ്പോർട്ടല്ല, ചരിത്രത്തിൽ നബി പങ്കെടുത്തു എന്നുണ്ട്. അപ്പൊ എന്താ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് എന്താ പ്രശ്നം, പങ്കെടുക്കാൻ എന്താ പ്രശ്നം, നുബുവത്തിന് മുമ്പുണ്ടായ ശരിയാണ്. പക്ഷെ അത് നബിയിലേക്ക് ചേർത്ത് നമ്മൾ പറയുമ്പോൾ പ്രവാചകനെ കുറിച്ച് പറയുന്നത് സത്യസന്ധമാകണം. അപ്പൊ ഉണ്ടോ അല്ലേ എന്ന് പരിശോധിക്കണം. ഇല്ല, ഒഴിവിട്ടേക്കുക. ഇനി പ്രവാചകന്റെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു. ഇതേപോലെ പ്രവാചകന്റെ മുലകുടി വിഷയം, ആ മുലകുടിക്കുന്ന കാലഘട്ടത്തിൽ, അതായത് ഹലീമയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുലകുടിച്ചു വളർന്നു. അത് സ്ഥിരപ്പെട്ട തർക്കമില്ലാത്ത വിഷയമാണ്. പക്ഷേ അതിന്റെ കൂട്ടത്തിൽ അത്ഭുത സംഭവമായി എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളിലും നമ്മുടെ നാട്ടിലെ മദ്രസ പാഠപുസ്തകങ്ങളിലും കേരളം പ്രസിദ്ധീകരിച്ചിട്ടുള്ള അബ്ദുൽ മജീദ് വാരണാക്കര പരിഭാഷപ്പെടുത്തി എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് എങ്കിലും സ്വന്തം കൃതി എന്ന നിലക്ക് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആ ഗ്രന്ഥത്തിലും നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ ഒരുപാട് അബദ്ധങ്ങൾ. അതിലും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഹലീമയും ഭർത്താവും കൂടി കുട്ടികളെ കിട്ടാൻ വേണ്ടി അന്വേഷിച്ചിറങ്ങി, മക്കയിലെത്തി. അങ്ങനെ പല സ്ഥലത്ത് അന്വേഷിച്ചു പോയി, ഒരു കുട്ടിയെയും കിട്ടുന്നില്ല. അങ്ങനെ നബിയെ കണ്ടു, മുഹമ്മദിനെ കണ്ടു. പക്ഷേ ഇതൊരു യതീം കുട്ടിയാണ് എന്ന് കണ്ടപ്പോ ഇതിനെ കൊണ്ടുപോയി പോറ്റിയാലൊന്നും കിട്ടൂല എന്ന് മനസ്സിലാക്കിയിട്ട് അവർ ഒഴിഞ്ഞു പോന്നു. വേറൊരു കുട്ടിയെ കിട്ടാതിരുന്നപ്പോ അവസാനം ഹലീമ ഈ മുഹമ്മദ് എന്ന കുട്ടിയെ സ്വീകരിച്ചു. അങ്ങനെ മുല കുടിച്ച് വളർത്താൻ വേണ്ടി കൊണ്ടുപോയി. എന്നിട്ട് അത് സ്വീകരിച്ചത് മുതൽ എന്തുണ്ടായി, മെലിഞ്ഞ് നമ്മൾ പറഞ്ഞ തൃക്കളാമ്പി എന്നറിയില്ല, നമ്മളവിടെ എന്താ തൃക്കളാമ്പി എന്നാൽ മറ്റേ ചാവാടി മൃഗം, ആ എല്ല് പൊന്തിയ എല്ലും തൊലിയും മാത്രമല്ല അങ്ങനെയായിരുന്നു ഇവരുടെ മൃഗം. ആ മൃഗത്തിന് നല്ല തടിയും ആരോഗ്യവും ഉണ്ടായി. മെലിഞ്ഞ് ക്ഷീണിച്ച് നടക്കാത്ത ഈ മൃഗം വേഗത കൂടി. അങ്ങനെ മറ്റുള്ളവരുടെ കുതിരയെ മുൻകടന്ന് ഇത് മുന്നിലെത്താൻ തുടങ്ങി. പിന്നെ മുഹമ്മദ് നബിയെ കൊണ്ടുപോയി പാലൂട്ടി വളർത്താൻ തുടങ്ങിയതോടുകൂടി ഹലീമയുടെ മൃഗത്തെ എവിടെ മേച്ചാലും പുല്ലില്ലാത്ത ഏത് സ്ഥലത്ത് കൊണ്ട് ഇത് തിന്ന് വയറിറക്കുന്നു. അവിടെ ഇത് പോകുന്നിടത്തൊക്കെ ഭയങ്കര പുല്ല്. അങ്ങനെ നന്നായി ഭക്ഷണം കിട്ടുന്നു, വയറ് നിറച്ച് തിരിച്ചു വരുന്നു. മറ്റുള്ള ആളുകളുടെ മൃഗങ്ങൾ മേയാൻ പോയാൽ വയറ് കാലിയായി വരുന്നു, കാരണം ഒന്നും തിന്നാൻ കിട്ടില്ല. അതിന്റെ അകട്ടിൽ പാലില്ല, പക്ഷെ ഹലീമയുടെ മൃഗത്തിന്റെ അകട്ട് നിറയെ പാല്. ഇങ്ങനെ എമ്പാടും വറക്കത്ത് ഹലീമയുടെ കുടുംബത്തിന് മുഹമ്മദ് നബിയുടെ മുലവിട്ടിയ കാലഘട്ടത്തിൽ ഉണ്ടായി എന്നാണ് നമ്മുടെ മദ്രസാ പുസ്തകം അടക്കം നബിചരിത്രം എന്ന പേരിൽ വലിയ കട്ടിയുള്ള പുസ്തകം കേരളം പ്രസിദ്ധീകരിച്ച ആ ബുക്ക് അടക്കങ്ങൾ പരിശോധിച്ചാൽ എവിടെ നോക്കിയാലും കാണുന്ന ഒരു വസ്തുതയാണ്, മലയാളത്തിലും അറബിയിലും ഒക്കെ. പക്ഷേ അതിൽ ഒരു വിഷയവും മുല കുടിക്കാൻ കൊണ്ടുപോയി എന്നതും ഹലീമ മുല കൊടുത്തു എന്നതും നെഞ്ചു പിളർന്ന സംഭവം ഉണ്ടായി എന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഈ പറയുന്ന അത്ഭുത സംഭവങ്ങൾ ഹലീമയുടെ കുടുംബത്തിന് ഉണ്ടായി എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ ഒന്നും സ്വീകാര്യയോഗ്യമല്ല എന്നാണ് അതിനെ സംബന്ധിച്ച് നിരൂപണം നടത്തിയ ആളുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ എന്റെ തെളിവും കാര്യമൊന്നും വായിക്കാത്ത സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, വാക്യങ്ങൾ പരിശോധിക്കുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ച് പിളർത്തിയ സംഭവം, അത് 2 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ച് കീറിയിട്ടുണ്ട്. ഒന്ന് ഏതാ, ഹലീമന്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത്, ഞാനത് വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തത് ഇസ്രാ മിഅ്റാജിന്റെ ഘട്ടത്തിൽ, പലപ്പോഴും നമ്മൾ അറിയാത്ത വിഷയമാണ്. ഇസ്രാ മിഅ്റാജിന്റെ ഘട്ടത്തിൽ, അതായത് ഏകദേശം പ്രവാചകൻ ഒരു 10-50 വയസ്സായി. പ്രവാചകൻ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന്റെ മുമ്പ് ഖദീജ റളിയല്ലാഹു അൻഹയുടെയും ഒക്കെ മരണത്തിന് ശേഷം ആ വളരെ പ്രവാചകൻ വിഷമിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ഇസ്രാ മിഅ്റാജ് ഉണ്ടായത് എന്നാണ് ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏത് വർഷമെന്നോ ഏത് മാസമെന്നോ നമ്മുടെ ഖുറാഫികൾ മിഅ്റാജ് ആഘോഷിക്കുന്നത് പോലെ ഇന്ന മാസത്തിൽ ഇത്രാം തീയതി എന്നൊന്നും ചരിത്രത്തിൽ എവിടെയും കൃത്യമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. സംഭവം ഉണ്ടായിട്ടുണ്ട്, ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ആ ചരിത്ര സമയത്ത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട വിഷയമാണ്. ആ പ്രായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലും അതുപോലെ തന്നെ മലക്കുകളും വന്ന് പ്രവാചകന്റെ നെഞ്ച് കീറി, നെഞ്ച് പിളർത്തി, ശുദ്ധീകരിച്ചു, സംസം വെള്ളം കൊണ്ടുവന്നു, അതുകൊണ്ടാണ് ശുദ്ധീകരിച്ചത് എന്നൊക്കെ ഞാൻ ആ ഭാഗത്തേക്ക് പോകല്ല, അത് സ്ഥിരപ്പെട്ട വിഷയമാണ്. അപ്പൊ 2 സമയത്തുണ്ടായിരുന്നു. അതുകൂടാതെ 3ാമതൊരിക്കൽ കൂടി പ്രവാചകന്റെ നെഞ്ച് പിളർത്തിയ മലക്ക് വന്ന് പിളർത്തി
പിന്നെ ഹൃദയങ്ങൾ ശുദ്ധീകരിച്ച പൈശാചിക അംശം നീക്കം ചെയ്ത സംഭവം ഉണ്ടായി എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ സ്വീകാര്യോഗ്യമല്ല. രണ്ടെണ്ണം ചരിത്രം സ്ഥിരപ്പെട്ട, ഞാനിവിടെ സ്ഥിരപ്പെട്ടതല്ല പറയുന്നത്, സ്ഥിരപ്പെടാത്തതാ പറയുന്നത്. അപ്പൊ ആ കൂട്ടത്തിൽ രണ്ടെണ്ണം നമ്മൾ മനസ്സിലാക്കുക. ഒന്ന് നമുക്കറിയാം, എന്നാൽ ഒന്നുകൂടി ഉണ്ട്, മൂന്നാമത്തേത് സ്വീകാര്യോഗ്യമല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെ, പ്രവാചകൻ തന്നെ യതീമായി വളർന്നത്, പ്രവാചകന്റെ വീട്ടിലാണ് ആര് വളർന്നത്? അലി റളിയല്ലാഹു അൻഹു വളർന്നത് എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെ തന്റെ വീട്ടിൽ കൊണ്ടുപോയി പാർപ്പിച്ചു. നബിയാണ് അലിയെ വളർത്തിയത്. നബിന്റെ മൂത്താപ്പന്റെ മോനാണല്ലോ, അബൂതാലിബിന്റെ മകനാണ്. അബൂതാലിബിന്റെ എളാപ്പന്റെ മൂത്താപ്പയാണ്. നമ്മൾ എളാപ്പാന്ന് പറയുന്നത്, മൂത്താപ്പന്റെ മോനാണ്. അപ്പൊ അതിന് കാരണം പറയുന്നത് അബൂതാലിബ് ഫക്കീറായിരുന്നു, മക്കളെ പോറ്റാൻ ഗതിയുണ്ടായിരുന്നില്ല. അപ്പൊ നബിയും മറ്റൊരു മൂത്താപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും കൂടിയാലോചിച്ചു, കണ്ടോ അബൂതാലിബിന്റെ മക്കള്, അബൂതാലിബ് പട്ടിണി ദരിദ്രനാണ്, മക്കളെ പോറ്റാൻ കഴിയില്ല, അതുകൊണ്ട് നമ്മൾ പോയിട്ട് എണ്ണത്തിന് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞ് നബി അബ്ബാസ് റളിയല്ലാഹു അൻഹു പോയി ഒരാളെ, അലിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹു മറ്റൊരാളെയും ഏറ്റെടുത്തുകൊണ്ട് ഈ രണ്ടാളുകളെ രണ്ടുപേരും സംരക്ഷിച്ചു എന്നാണ് ചരിത്രങ്ങളിലുള്ളത്. ഈ ചരിത്രം ഞാൻ ഇവിടെ പറയാൻ കാരണം, ഹിജ്റയുമായി ബന്ധപ്പെട്ട് നബി ഹിജ്റ പോകുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ വിരിപ്പിൽ കടത്തി എന്നൊരു സംഭവമുണ്ട്. അപ്പൊ അങ്ങനെ ആ ചരിത്രവുമായി ബന്ധപ്പെടുന്നത് ഇവിടെ നബിയെ അലിയെ ഏറ്റെടുത്ത് വീട്ടിൽ വളർത്തി എന്ന് വരുമ്പോഴാണ്. ഈ റിപ്പോർട്ടിനെ ചരിത്രകാരന്മാർ നിരൂപണം നടത്തിയിട്ടുണ്ട്. കാരണം എന്താ, ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിൽ ഫീഹി ഇല്ലത്താനി, ഈ സംഭവം അല്ലെങ്കിൽ റിപ്പോർട്ട് ദുർബലമാണ് എന്നതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത് നബി വരെ ശരിയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പരമ്പര അതിലില്ലാതെ ഇർസാലാണ്, മുർസലായ റിപ്പോർട്ടാണ്, താബി വരെ എത്തിയിട്ടുള്ള റിപ്പോർട്ടാണ്. പിന്നെ അതിന്റെ റിപ്പോർട്ടിനിടയിലുള്ള ഇബ്നു നജീഹ് എന്ന് പറയുന്ന ആള്, അയാള് കേൾക്കാത്തത് കേട്ടുവെന്നോ അല്ലെങ്കിൽ കേൾക്കാത്ത ആളിൽ നിന്ന് കേട്ടുവെന്നോ പറയുന്ന തദ്ലീസിന്റെ ആളാണ്. അപ്പൊ രണ്ട് കാരണമുള്ളത് കൊണ്ട് ഇയാളുടെ റിപ്പോർട്ട് സ്വീകരിക്കാൻ പറ്റൂല എന്നതാണ്. അപ്പൊ പറയുന്ന റിപ്പോർട്ട് ദുർബലതയുള്ള റിപ്പോർട്ടിലൂടെയാണ് ഈ കാര്യം ഉദ്ധരിക്കപ്പെട്ടത്. അപ്പൊ അത് സ്വീകാര്യോഗ്യമല്ല. പിന്നെ ഒരു ബുദ്ധിപരമായ നിരൂപണം ഈ വിഷയത്തിൽ ചില ആളുകൾ നടത്തിയിട്ടുള്ളത്, ഇനി റിപ്പോർട്ട് ശരിയാണെന്ന് വന്നാൽ അതിലെന്താണ്, അബൂതാലിബ് ഖുറൈശികളുടെ നേതാവായിരുന്നു. വാപ്പയ്ക്ക് ശേഷം അദ്ദേഹമാണ് ഖുറൈശികളുടെ നേതാവ്. ആ നേതാവായ ഖുറൈശികളുടെ നേതാവായ അബൂതാലിബ് മക്കളെ പോറ്റാൻ ഗതിയില്ലാത്ത ദരിദ്രവാസിയായിരുന്നു എന്നത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഒരു ചോദ്യമാണ്, നിരൂപണമാണ്. ശരിയാവാൻ അല്ലാതിരിക്കാം, നേതാവ് ഫക്കീറോ ആകാലോ, കുഴപ്പമൊന്നുമില്ല. നബി നേതാവായിരുന്നു, നബി ഫക്കീറാണ്. മറ്റൊന്ന്, പോറ്റാൻ ഗതിയില്ലാതിരിക്കണമെങ്കിൽ അയാൾക്ക് സമ്പത്തില്ലെങ്കിലും വേറെ മക്കളില്ലാതെക്കണം. അലിയാണ് 4 മക്കളിൽ ഇളയവൻ. അതിന്റെ മേലെ 3 പേർ വേറെയുണ്ട്, ജഅബർ, അതുപോലെ തന്നെ അഖീല്, താലിബാണ് മൂത്തവൻ. ആ താലിബിലേക്ക് ചേർത്താണ് അബൂ താലിബ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ 3 മക്കളുണ്ട്. 3 ആളുകളും 10 വയസ്സിന്റെ അന്തരമുണ്ട്. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിന് വളരെ ചെറിയ കുട്ടിയാണ് എന്ന് കണക്കാക്കിയാൽ തന്നെ 10 പേര് 4-ാമത്തെ ആൾക്ക് 30-ലധികം വയസ്സുണ്ടാവും. അപ്പോ ആ ആരോഗ്യമുള്ള, അധ്വാനിക്കാൻ ശേഷിയുള്ള 2 ചുറുചുറുക്കുള്ള മക്കൾ തന്റെ വീട്ടിലുണ്ടായിരിക്കെ ഗതിയില്ലാത്തവനായിരുന്നു അബൂ താലിബ് എന്നും അതുകൊണ്ട് ഇളയ 2 മക്കളെ അബ്ബാസും നബിയും ഏറ്റെടുത്തു എന്നും പറയുന്നത് ബുദ്ധിപരമായി അംഗീകരിക്കാൻ പ്രയാസമുള്ള വിഷയമാണ് എന്ന് ചരിത്രകാരന്മാർ നിരൂപണം നടത്തിയതായി കാണാൻ കഴിയും. മറ്റൊരു വിഷയം, ഖദീജ റളിയല്ലാഹു അൻഹയുടെ വിവാഹത്തിന്റെ പ്രായമാണ്. ഇത് നമ്മുടെ നാട്ടിൽ സാധാരണ ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത, നബിയോ സഹാബത്തോ നടത്തിയെന്ന് ഒരു രേഖ കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത, എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരു നിർബന്ധ കാര്യമായി എല്ലാ മുജാഹിദുകളും ഏകകണ്ഠമായി പ്രഖ്യാപിച്ച് ഒരുപാട് ഫായിദയുണ്ട്. നമ്മൾ പറയുന്നൊക്കെ ഫായിദാണല്ലോ, ഉപകാരമുണ്ട്. അങ്ങനെ ഉപകാരം എണ്ണി പറയുന്ന ഒരു വിഷയമാണ് വിവാഹത്തോടനുബന്ധിച്ച ഖുത്ബ. അത് ഹദീസിലോ സഹാബത്തിന്റെ ചരിത്രത്തിലോ സ്ഥിരപ്പെട്ട ഒരു വിഷയമേ അല്ല. ഒരു ഖുത്ബയില്ല വിവാഹവുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ ഇന്നലെ നമ്മുടെ സഹോദരന്റെ ഖുത്ബ നടത്തി, അവിടെ ഇവിടെ ഉണ്ടാക്കിയറില്ല, ഹാഫിദ്, നമ്മൾ കോട്ടക്കൽ ഒതുക്കുന്നില്ലേ. അപ്പൊ എന്നെ വിളിച്ചു, നിങ്ങൾ നിക്കാഹിന്റെ ഖുത്ബ നടത്തുന്ന കുറെ മുന്നേ. ഞാൻ പറഞ്ഞു ഞാനിപ്പോ ഇതിന് പോലല്ല,
അപ്പൊ എന്താ വെച്ചാൽ പറഞ്ഞാൽ അങ്ങനെ ഒരു ഏർപ്പാടില്ലാതെ ഞാൻ മനസ്സിലായി. ഞാൻ കുറച്ചെണ്ണേ നടത്തിയിട്ടുള്ളൂ, പക്ഷെ ഇപ്പം നടത്തലില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ അതിന് സംഗതി വിശദീകരിച്ചിട്ടു. അവൻ പറഞ്ഞ അങ്ങനാണെങ്കിൽ എന്നാ പിന്നെ അങ്ങനെ മതി. ഞാൻ പിന്നെ ഇജ്ജെന്നെ പറഞ്ഞാളാം എന്ന് പറഞ്ഞു. അല്ല, എനിക്ക് അങ്ങനെ പറയാൻ പ്രയാസമുണ്ട്, പിന്നെ കുറച്ച് ഖുറാഖുകൾ എന്റെ കുടുംബത്തിലൊക്കെ ഉള്ളത്. ആയിക്കോട്ടെ, ഞാൻ ഇത്ര ദൂരം യാത്ര ചെയ്യണ്ടല്ലോ, അല്ല ഏതായാലും നിങ്ങൾ വരി, അപ്പൊ നിങ്ങൾ നടത്താം. എന്നിട്ട് ഇന്നലെ പോയി. അപ്പൊ അവിടെ ഇരുന്നത് ഗാനമിന്റെ പള്ളിയാണ്. അപ്പൊ ഞാൻ കരുതി ഹോളിലായിക്കുന്നു, അവിടെ തന്നെ. അപ്പൊ നിസ്കാരം കഴിഞ്ഞു, അവിടെ തന്നെ ഇരുന്നെടുത്ത് ഇങ്ങനെ ഷോൾഡർ മൈക്ക് പിടിച്ച് അൻപുസലാത്ത് ചൊല്ലി. ഞാൻ പറഞ്ഞു, ഖുർആൻ ഹദീസിലോ സഹാബത്തിന്റെ ചരിത്രത്തിലോ അങ്ങനെ ഒരു രേഖ അവിടെ സ്ഥിരപ്പെടാത്തത് കൊണ്ട് ഞാൻ ഖുതുബക്ക് മുതിരുന്നില്ല. നടത്താവുന്നത് മുസ്തഹബ് എന്ന് പറഞ്ഞാൽ സുന്നത്തിന്റെയും താഴെ വേണമെങ്കിൽ സ്വീകരിക്കുക, കുഴപ്പമില്ല എന്നാണ് മുസ്തഹബിന്റെ അർത്ഥം. അതാണ് ചില സലഫി പണ്ഡിതന്മാർ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ ആൾക്കാർ തെളിവാക്കാറുള്ളതോ നബിന്റെ കല്യാണത്തിന് ആരാ അബൂ താലിബോ അബ്ദുൽ മുത്തലിബോ ആരാ പ്രസംഗിച്ചു എന്നാണ്. അപ്പോ അബ്ദുൽ മുത്തലിബ അല്ല, അബ്ദുൽ മുത്തലിബ് മരിച്ചില്ല, അബൂ താലിബ് കുത്തുപാടത്തി. അപ്പൊ അതായത് ഇസ്ലാമിന് മുമ്പാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ അബൂ താലിബിന്റെ കുത്തുബ ദീനിൽ തെളിവാ. അതിന്റെ ശരിയായ റിപ്പോർട്ടല്ല. ഇനി സഹാബത്തിന്റെ നബിന്റെ ഒരുപാട് കല്യാണത്തെക്കുറിച്ച് ഹദീസുകളുണ്ട്. ഖുർആനിൽ കാണും സവ്വജനാകഹ, നിനക്ക് നാം അവളെ കല്യാണം കഴിപ്പിച്ചു. ആരാ പറയുന്നത്? അള്ള പറയാണ്. അള്ള നിനക്ക് അത് പറ്റി, നിനക്ക് ഞാൻ അവളെ വിവാഹം കഴിപ്പിച്ചത്. സവ്വജതുക വാങ്കഹതുക, എനിക്ക് ഞാൻ ഇണയാക്കി തുണയാക്കി. അപ്പൊ അള്ള അവിടെ പറ്റിയോ? ഇല്ല. പിന്നെ ഹദീസിൽ സ്ഥിരപ്പെട്ട വിഷയമുണ്ട് നബിന്റെ കല്യാണത്തെ കുറിച്ച് പറയുന്നത്. നബിയല്ല, ഒരാൾ വന്നിട്ട് ചോദിച്ചല്ലോ, പിന്നെ കല്യാണത്തെ കുറിച്ച് പറഞ്ഞപ്പോ എന്താ അടുത്ത് കൊടുക്കാനുള്ള ചോദിച്ചു. നബി എന്റെ അടുത്ത് ഈ ഉടുത്ത തുണിയല്ലാതെ വേറൊന്നുമില്ല. നബി അല്ലാതെ കൊടുക്കണ്ടെങ്കിൽ കൊടുത്താൽ ഉന്നയിച്ചു കൊടുത്ത അങ്ങനെ തന്നെ ഹദീസില്ല, ഞാൻ വെറുതെ പറഞ്ഞല്ല. ഇതഴിച്ചു കൊടുത്താൽ നഗ്നനായി മണ്ണിലിരിക്കേണ്ടി വരും ഉടുത്ത തുണിയിച്ചാൽ. അപ്പൊ അത് ഈ കൊടുക്കണ്ട, അതിന്റെ അടുത്ത് വേറെന്താ ഉള്ളത് നോക്ക്, ഒന്നുമില്ല. ഇരുമ്പിന്റെ മോതിരം കഴിച്ചു, ഒന്നുമില്ല നബിയെ. അതിന്റെ അടുത്ത് പിന്നെ എന്താ ഉള്ളത്? ഞാൻ ഖുർആന്റെ കുറച്ച് ആയത്ത് പഠിച്ചിട്ടുണ്ട്, എന്നാ അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അത് പഠിപ്പിച്ചെടുത്തു. നബി വിവാഹം നടത്തിക്കൊടുത്തു. ഇത് ഹദീസുള്ളതാണ്. അവിടെ നബി പ്രസംഗിച്ചു എന്നില്ല. അനക്കാനോടെ കല്യാണം കഴിച്ചെന്ന്. നബി അവിടെ വലിയ എന്നാൽ നബിയാണ് അവിടെ ഭരണാധികാരി. അപ്പൊ നബിന്റെ അധികാരത്തിലുള്ളതാണ്. അതിലും നിക്കാഹുന്നതിനെ കുറിച്ച് വരില്ല. അപ്പൊ ഞാൻ പറയാം, നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇനി എന്റെ പോട്ടെ പറയില്ല. പിന്നെ വരാൻ പോണ കാര്യമാണ്, ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. പിന്നെ അപ്പോ ഖദീജന്റെ കല്യാണം അതിൽ നിക്കാഹ് പണ്ട് നമ്മൾ തെളിവല്ല, വേറെ രേഖയില്ല. പിന്നെ ഈ ഖദീജ നബി കല്യാണം കഴിച്ചത് നബിക്ക് 25 വയസ്സും ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് 40 വയസ്സും. അതിങ്ങനെ ഭയങ്കര ആവേശം. ഈ പറഞ്ഞ തെളിവില്ലാത്ത നിക്കാഹ് ഖുതുബയിൽ ഇസ്ലാമിന്റെ മഹത്വമായിട്ട് പ്രവാചകന്റെ പോരിശയായും നമ്മളെല്ലാ മുജാഹിദ് മൗലവിമാരും പറയുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇതിന് തെളിവുണ്ടോ? നേരത്തെ നബി ജനിച്ച ദിവസത്തെക്കുറിച്ച് 7 അഭിപ്രായം ഞാൻ പറഞ്ഞു. കിതാബുകളിൽ കാണാൻ 6 അഭിപ്രായം. അവസാനം ഈ ആധുനികരായ ആളുകൾ പറയുന്ന റബീഉൽ അവ്വൽ 9. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കല്യാണത്തിൽ ഖദീജയുടെ പ്രായത്തെക്കുറിച്ച് പറയുന്നിടത്ത് 4 അഭിപ്രായങ്ങളുണ്ട്. 25, 28, 35, 40. ഇതൊക്കെ റിപ്പോർട്ടുകളാണ്. 25, 28 ഓർക്കാൻ എളുപ്പമുണ്ട്. 25, 28, 35, 38, 40 5 അഭിപ്രായം. 25, 28, 35, 38, 40. അതില് ഈ 40 എന്ന റിപ്പോർട്ട് വാഖിദി എന്ന് പറയുന്ന ഒരാളാണ് റിപ്പോർട്ട് ചെയ്തത്. വാഖിദിയെ കുറിച്ച് ചരിത്രകാരന്മാരും ഹദീസ് നിരൂപകന്മാരും പറഞ്ഞിട്ടുള്ളത് കദ്ദാബുൻ മത്രൂഖുൻ എന്നാണ്. പെരുങ്കള്ളൻ, ചില്ലർക്കാരനല്ല, പെരുങ്കള്ളൻ, മത്രൂഖുൻ ഒഴിവാക്കപ്പെടേണ്ടവൻ. അപ്പൊ ഒരു നിലക്കും സ്വീകരിക്കാൻ പറ്റാത്ത വാഖിദി എന്ന പെരുങ്കള്ളൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് ഖദീജക്ക് 40 വയസ്സുണ്ടായിരുന്നത്. ബാക്കിയുള്ളതിനേക്കാൾ കുറച്ച് മെച്ചാണ്. നമ്മൾ ആൾക്കാർ പറയലോ 40. ഞാൻ മുമ്പ് നടത്തിയ ക്ലാസ്സിൽ കേട്ട ഒരു സഹോദരൻ, നമ്മുടെ ഒരു മറ്റേ എന്താണ് മുസ്ലിങ്ങളെ തലവത്ത് താത്വികമായി അവതരിപ്പിക്കുന്ന ഒരാൾ, നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല, അതിന്റെ താഴെയുള്ള ഒരാൾ ഒരു കുത്തുപാടുന്നു. അപ്പൊ അതിൽ 40 വയസ്സ് പറഞ്ഞപ്പോ എന്റെ ക്ലാസ് കേട്ട ഒരു ചെറുപ്പക്കാരൻ, ആളെ ഞാൻ ഓർക്കില്ല, എന്നെ പിന്നീട് വിളിച്ച് ചോദിച്ചതാണ്. അപ്പോ ഇത് ശരിയല്ലല്ലോ, അങ്ങനെ പറ്റി എതിരഭിപ്രായം ഉണ്ടല്ലോ, അല്ലത് അത് സ്ഥിരപ്പെട്ട വിഷയമാണ്. അപ്പൊ അംഗീകരിക്കാത്ത ആൾക്കാരുണ്ടാവും. അംഗീകരിക്കണ്ട, നിങ്ങൾ പരിശോധിച്ച് നോക്കുക, തെളിവില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമയായി, പിന്നെ മൗലയായി. മൗല എന്ന് പറഞ്ഞാൽ മോചിതനായ അടിമ. നബി സ്വതന്ത്രനാക്കി വിട്ടു. എന്നിട്ട് നബിന്റെ കൂടെ തന്നെ താമസിച്ചു. ആരാ? സെയ്ദ് ബിൻ
ഹാരിത, ഉസാമന്റെ വാപ്പ. രണ്ടുപേരും ഹിബ്ബു റസൂലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിബ്ബ് എന്ന് പറഞ്ഞാൽ ഹബീബ് എന്നർത്ഥം, പ്രിയപ്പെട്ടവൻ, നബിയുടെ പ്രിയപ്പെട്ടവൻ എന്ന പേരിലാണ് രണ്ടാളും അറിയപ്പെട്ടത്. അപ്പൊ ഈ സെയ്ദ് ബിൻ ഹാരിത അദ്ദേഹത്തിന്റെ ഗോത്രത്തിൽ ഒരു കുതിര സംഘം ആക്രമണം നടത്തി. അങ്ങനെ ഇയാളെ പിടിച്ചുകൊണ്ട് വന്ന് അടിമയാക്കി ചന്തയിൽ വിറ്റു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഒരു റിപ്പോർട്ടനുസരിച്ച് അമ്മാവൻ അത് വാങ്ങി ഖദീജക്ക് കൊടുത്തു. ഖദീജ നബിയെ കല്യാണം കഴിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തു. അങ്ങനെയാണ് സെയ്ദ് ആരുടെ അടുക്കൽ എത്തുന്നത്? നബിയുടെ അടുക്കൽ എത്തുന്നത്. എന്തോ ആവട്ടെ, നബിയുടെ അടുക്കൽ എത്തിയതുള്ളത് ശരിയാണ്, ഖദീജ കൊടുത്തതുമാണ്. അങ്ങനെയുള്ള വിഷയം എന്തായിച്ചാൽ, പിന്നെ ഈ ഖദീജ സെയ്ദിന്റെ സഹോദരൻ എന്ന റിപ്പോർട്ടിലുണ്ട്, മറ്റൊരു റിപ്പോർട്ടനുസരിച്ച് എളാപ്പ മൂത്താപ്പ എന്നുണ്ട്. ഏതായിരുന്നാലും നബിയുടെ അടുക്കൽ വന്നു. എന്നിട്ട് ഇത് ഞങ്ങളുടെ മകനാണ്, ഇങ്ങനെ ആൾക്കാർ പിടിച്ചിട്ട് ചന്തയിൽ വിറ്റതാണ്, അതുകൊണ്ട് അവനെ ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്ന് പറയുന്ന റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദിനോട് പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. സെയ്ദിനോട് നബി പറഞ്ഞു, എന്റെ തീരുമാനം പോലെ ചെയ്തോ. അപ്പൊ സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിങ്ങളെ വിട്ട് ഇവരെ ഞാൻ തെരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് നമ്മളെന്തിനാ പറയല്? കണ്ടോ, സ്വന്തം പാപ്പയേക്കാൾ അല്ലെങ്കിൽ എളാപ്പയേക്കാൾ സഹോദരനേക്കാൾ അവരുടെ കൂടെ പോകുന്നതിനേക്കാൾ സെയ്ദ് ആരെ സ്വീകരിച്ചു? എന്റെ യജമാനായിരുന്ന നബിയെ സ്വീകരിച്ച നബിയുടെ സ്വഭാവ മഹിമ വിശദീകരിക്കാനാണ് ഈ വിഷയം പറയാറുള്ളത്. എന്നാൽ ഹാഫിദ് ഇബ്നു ഹജർ തഹ്ദീബിൽ രേഖപ്പെടുത്തുന്നത് ഹദീസുൻ മുൻകറുൻ ജിദ്ദൻ എന്നാൽ മുൻകറായ, സ്വീകരിക്കാൻ പറ്റാത്ത, തള്ളപ്പെടേണ്ടുന്ന വളരെ മോശപ്പെട്ട റിപ്പോർട്ടാണ് ഇത് എന്നതാണ്. അതുപോലെ തന്നെ ഇബ്നു മന്ദ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഇതിന്റെ റിപ്പോർട്ടിൽ അതിന്റെ ഷെയ്ഖിന്റെ ഷെയ്ഖും രണ്ടുപേരും മത്റൂക്കാണ്, തള്ളപ്പെടേണ്ടുന്ന, സ്വീകാര്യോഗ്യമല്ലാത്ത ആളുകളാണ് എന്നതാണ്. ഇനി ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന വിഷയത്തിൽ നബി ഖിയാർ കൊടുത്തുവെന്നും എന്നെ ഞാൻ തടയുന്നില്ല, നീ പോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹു ഒരിക്കലും നിങ്ങളെ വിട്ട് അവരെ ഞാൻ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ടിനെ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി, രണ്ടും മനസ്സിലാക്കണമല്ലോ, മറ്റവരെന്നെ ഗണ്ണിച്ചു. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി തിർമിദിയുടെ സഹീഹിൽ അത് സഹീഹാണെന്ന് പറയുകയും, എന്നാൽ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി തന്നെ മിഷ്കാത്തിന്റെ തഹ്ഖീഖിൽ അത് ദഈഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായി? ദഈഫാണ്, സ്വീകാര്യോഗ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ പ്രവാചകന്റെ നബുവത്ത് കിട്ടി, പ്രവാചകനായി, വഹി നിലച്ചുപോയി. നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ, മദ്രസ പാഠപുസ്തകത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ കേരളം പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകത്തിലും ഒക്കെ പറയുന്നത് ഏകദേശം 2.5 അല്ലെങ്കിൽ 3 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നിലച്ചു എന്നാണ്. വഹി കിട്ടി, പിന്നെ വഹി നിലച്ചുപോയി. എന്നാൽ അതിൽ സ്വഹീഹായ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതാനും ദിവസങ്ങൾ മാത്രമേ അതിൽ ഉണ്ടായിട്ടുള്ളൂ എന്നാണ്. നേരത്തെ പറഞ്ഞ വാരണാക്കന്റെ പുസ്തകത്തിലുള്ളത് 3 കൊല്ലം ഇങ്ങനെ കടന്നുപോയി എന്നാണ്. അതിന്റെ 76ാമത്തെ പേജ്. എങ്ങനെ കടന്നുപോയി? വഹി നിലച്ചു, പിന്നെ വഹി കിട്ടാതെ 3 കൊല്ലത്തോളം കഴിഞ്ഞുപോയി. എന്നാൽ അതിൽ സ്വീകാര്യോഗ്യമായ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഏതാനും ദിവസങ്ങൾ, കുറച്ചു കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകിയിട്ടുണ്ട്. അതിലപ്പുറം 2 വർഷമെന്നോ അല്ല 2.5 വർഷമെന്നോ 3 വർഷമെന്നോ പറയുന്ന റിപ്പോർട്ടുകൾ അത് ദുർബലമാകുന്നു. ഫലാ യസിഹു ബിഹാലിൽ. ഫൈസൽ അവാർഡ് ലഭിച്ചിട്ടുള്ള ഇന്ത്യക്കാരനായ സഫീർ റഹ്മാൻ മുബാറക് പൂരി എഴുതിയിട്ടുള്ള, നമ്മുടെ മലയാളത്തിലേക്ക് 1-2 ആളുകൾ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള പുസ്തകമാണ് അർ-റഹീഖുൽ മഖ്തൂം എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ ഫലാ യസിഹു ബിഹാലിൻ, ഈ റിപ്പോർട്ട് ഒരു നിലക്കും ശരിയല്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് വഹി നിലച്ചു എന്നത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. പക്ഷേ 2.5 കൊല്ലമോ 3.5 കൊല്ലമോ വഹി നിലച്ചു പോയി, നബി വിഷമത്തിലായി എന്ന് പറയുന്നത് സ്വീകാര്യോഗ്യമല്ല. ഇനി ഇതിനോടനുബന്ധിച്ചുള്ള ഒരു വാർത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി നിലച്ചു, വിഷമത്തിലായി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആത്മഹത്യക്കൊരുങ്ങി. ഇത് ഞാനും ഒരു കാലത്ത് പ്രസംഗിച്ചതാണ്, ഖുത്ബയിലടക്കം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മഹത്യയെക്കുറിച്ചൊരു ഖുത്ബ നടത്തി. അപ്പൊ ആ ഖുത്ബയിൽ നബി പോലും ആത്മഹത്യക്കൊരുങ്ങി എന്ന് ഈ സംഭവം വെച്ച് ഞാൻ പ്രസംഗിച്ചു. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോ തെളിവ് കിട്ടിയോ മനസ്സിലായി അത് ദുർബലമാണ്, ചില ആളുകൾക്ക് വന്ന അബദ്ധധാരണയാണ്. പിന്നെ പറയാമെന്നൊക്കെ ഞാൻ പറഞ്ഞു. നമ്മൾ തിരിച്ച് മനസ്സിലാക്കുക,
നബി ആത്മഹത്യക്കൊരുങ്ങി എന്ന് മാത്രമല്ല, ഒന്നല്ല പലതവണ ആത്മഹത്യക്കൊരുങ്ങി. ഇത് എവിടെയുള്ള വെച്ചാൽ ബുഖാരിയിലുണ്ട് എന്ന് പറയാം. ബുഖാരിയിലുണ്ടോ? ഉണ്ട്. അപ്പൊ ആത്മഹത്യക്കൊരുങ്ങി മക്കയിലെ മല കണ്ട ആളുകൾക്കറിയാം. പോയ ആളുകളെ വെച്ചിട്ട് മക്കയിലുള്ള മലകൾ എത്രയാണ്, അതിന്റെ ഹൈറ്റ് എത്രയാണ്, ഒട്ടപ്പാറ, മോൾ താഴെ വീണാൽ പൊടി പെറുക്കാൻ കിട്ടൂല, കരിപ്പണമായി പോകും. ആ ജാതി കരിമ്പാറ കൂട്ടങ്ങളാണ്. അപ്പൊ ആ നമ്മുടെ നാട്ടിലുള്ള ഒറ്റപ്പാറയല്ല, ഇങ്ങനെ കല്ലുകൾ അടുക്കി വെച്ച മാതിരിയുള്ള പാറക്കൂട്ടമാണ്. അത്തരം മലകൾക്ക് മുകളിൽ പ്രവാചകൻ കയറി ചാടാനൊരുങ്ങും. യുൽഖിയ നഫ്സഹുന, ശരീരത്തെ താഴോട്ടെറിയാൻ. അപ്പൊ ജിബ്രീൽ പ്രത്യക്ഷപ്പെടും, മുഹമ്മദേ ചാടണ്ട, അള്ളാഹു തന്നെ കൈയൊഴിച്ചിട്ടില്ല എന്ന് പറയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോരും. പിന്നെയും വഹി കിട്ടൂല. അപ്പം വീണ്ടും നബി ആത്മഹത്യക്ക് പോകും. ഇത് ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത്തരം റിപ്പോർട്ടുകൾ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി തന്നെ മിസ്കാത്തിലും സഹീഹു സീറയിലും സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ശുഐബ് അൽ അർനാഊത്ത് സഹീഹ് ഇബ്നു ഹിബ്ബാനിലും മുസ്നദ് അഹ്മദിലും അത് സഹീഹാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ചില ഗ്രന്ഥങ്ങളിൽ കണ്ടനുസരിച്ചാണില്ല പറഞ്ഞത്, സഹീഹാണ് എന്ന് രേഖപ്പെടുത്തിയത്. അതുപോലെ തന്നെ മുസന്നഫ് അബ്ദുർ റസാഖിൽ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി ഇതിനൊക്കെ ശേഷം വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ പഠനമായ സിൽസിലത്തുൽ അഹാദീസ് ദഈഫ എന്ന് പറയുന്ന ദുർബല ഹദീസുകളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥ പരമ്പരയിൽ അതിൽ അദ്ദേഹം 1-ാം വാള്യത്തിന്റെ സിൽസിലയിലും പിന്നെ ദിഫാഉൻ അനിൽ ഹദീസിൻ നബവി എന്ന് പറയുന്ന ഒരു ദുക്തൂർ അൽ ബൂത്തി എന്ന് പറയുന്ന ഒരാളുണ്ട്. കുറെ കെട്ടുകഥകൾ ശരിയാണ് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചാണ്. ഈ ദുക്തൂർ ബൂത്തിക്ക് അദ്ദേഹം നൽകിയ മറുപടിയാണ് ദിഫാഉൻ അനിൽ ഹദീസിൻ നബവി എന്ന് പറയുന്നത്. ആ ഗ്രന്ഥത്തിന്റെ 41-ാമത്തെ പേജിലും ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി പറയുന്നത് ഈ റിപ്പോർട്ട് 2 കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വീകാര്യയോഗ്യമല്ല. ഒന്ന്, 3 പരമ്പരയിലൂടെ ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ 2 പരമ്പരയിലും നബി ആത്മഹത്യക്കൊരുങ്ങി എന്ന റിപ്പോർട്ടില്ല. അപ്പോ ആ 2 റിപ്പോർട്ടുകൾക്ക് വിരുദ്ധമായി മറ്റൊരു റിപ്പോർട്ടിൽ വന്നത് അത് ശാദാണ്, അത് സ്വീകാര്യയോഗ്യമല്ല. പിന്നെ മറ്റൊന്ന്, ഇത്തരം റിപ്പോർട്ടുകൾ നബിയിലൂടെ സഹാബികളിലൂടെ നബിയിലേക്ക് ചേർത്ത് ഉദ്ധരിക്കപ്പെടുന്നവയല്ല, മറിച്ച് സഹാബിക്ക് ശേഷം വന്നിട്ടുള്ള താബിഈയായ സുഹരി എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന് കിട്ടിയ ഒരു വാർത്തയായി ഹദീസിനോട് ചേർത്ത് പറഞ്ഞതാണ്. അതാണ് നേരത്തെ പറഞ്ഞത്. ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ബുഖാരിയിലുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹിയുമായി ബന്ധപ്പെട്ട് പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഫീമാ ബലഗന എന്ന് കാണാം. ഫീമാ ബലഗന എന്ന് പറഞ്ഞാൽ ആരാ? ബുഖാരിയല്ല. ഈ 2ാമത്തെ റിപ്പോർട്ടറായ താബിഈയായ സുഹരി പറയാൻ നമുക്ക് കിട്ടിയ വാർത്തകളുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ എന്തായി? അത് നേരത്തെ സഹാബിയിൽ നിന്ന് കിട്ടിയ സഹീഹായ വാർത്തയിൽപ്പെട്ടതല്ല. ഇയാൾക്ക് കിട്ടിയ വിവരങ്ങളുടെ കൂട്ടത്തിൽ ഉള്ള ഒരു വിഷയം, കേട്ട ഒരു കാര്യം അദ്ദേഹം ചേർത്ത് പറയാൻ. അപ്പൊ അതെന്തായി പറയാൻ പറ്റൂല? ഹദീസായി പറയാൻ പറ്റൂല, സഹീഹായി പറയാൻ പറ്റൂല. ഏതുപോലെ? ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു, ആ ദിവസം അബൂലഹബ് അടിമയെ മോചിപ്പിച്ചു, എന്നിട്ട് കൂൾ ഡ്രിങ്ക്സ് കിട്ടുന്നുണ്ട് എന്ന് സ്വപ്നം കണ്ട വിഷയമുണ്ടല്ലോ. അതെവിടെയുള്ളത്? ബുഖാരിയിലുണ്ട് വെച്ചാൽ ബുഖാരിയിലുണ്ട് അല്ലെ? മൂല്യന്മാർ പറയല്ലേ, അബൂലഹബിന് കൂൾ ഡ്രിങ്ക്സ് കിട്ടുന്നുണ്ട് നബി ജനിച്ച ദിവസം നരകത്തുനിന്ന് എന്ന് പറയുന്ന റിപ്പോർട്ട് ബുഖാരിയിലുണ്ടോ? ബുഖാരിയിലുണ്ട്. അതേതാ? ഹദീസപ്പെട്ടതല്ല, സനദോടുകൂടി ഉദ്ധരിക്കപ്പെട്ടതല്ല, മറിച്ച് ശേഷം ചില കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ്. അത് ഹദീസായി കണക്കാക്കാൻ പറ്റില്ല. അതേപോലെ വന്ന റിപ്പോർട്ടാണിത്. ഇത് ചില ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഈ ഫീമാ ബലഗന എന്നുള്ളത് ഒഴിവാക്കിയും ചില ഹദീസ് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ വായിക്കുന്ന ആൾക്ക് എന്താ മനസ്സിലാകുക? നേരത്തെ വന്നിട്ടുള്ള മൗസൂലായ നബിയിലേക്ക് ചേർത്ത് പറയപ്പെട്ട ഹദീസിന്റെ ഭാഗമാണിത് എന്ന് തെറ്റിദ്ധരിക്കും. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ കൊണ്ടാണ് ഇത് സഹീഹാണ് എന്ന് ചില ആളുകൾ ധരിച്ചത്. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളെ കുറിച്ച് പരിശോധന നടത്തുമ്പോൾ എന്ത് മനസ്സിലാവും? ഇത് ദുർബലമാണ് എന്ന് മനസ്സിലാവും. ഇനി സഹീഹുൽ ബുഖാരിക്ക് മുഖ്തസറു സഹീഹുൽ ബുഖാരി എന്നൊരു ഗ്രന്ഥമുണ്ട് ഷെയ്ഖ് അൽബാനിക്ക്. അതുപോലെ ഷെയ്ഖ് ഇമാം മുൻദിരിയുടെ സഹീഹ് മുസ്ലിമിന്റെ മുഖ്തസറിനും ഷെയ്ഖ് അൽബാനി ഒരു തൈലീഖ് എഴുതിയതായി കാണാം. ഈ മുഖ്തസറു സഹീഹുൽ ബുഖാരിയിൽ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി അതിന്റെ അടിക്കുറിപ്പായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ റിപ്പോർട്ട് ശരിയല്ല എന്നുള്ളത്. അപ്പോ ആത്മഹത്യക്കൊരുങ്ങി എന്നുള്ള വാർത്ത തെറ്റാണ്. വന്ന റിപ്പോർട്ടുകൾ ചില അബദ്ധങ്ങൾ കൊണ്ട് സംഭവിച്ചതാണ്, നമ്മൾ തെറ്റായി മനസ്സിലാക്കുക. പിന്നെ പ്രവാചകൻ പ്രബോധനം നടത്തി. അതിൽ എല്ലാ മദ്രസാ പാഠപുസ്തകങ്ങളിലും ചരിത്രങ്ങൾ നമുക്ക് കാണാം. രഹസ്യ പ്രബോധനം, പരസ്യ പ്രബോധനം രണ്ടുണ്ടായിട്ടുണ്ട്.
പക്ഷെ രഹസ്യ പ്രബോധനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര കൊല്ലം നടത്തി? അതൊരു നീണ്ട 3 കൊല്ലക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യ പ്രബോധനം നടത്തി എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ളത്. എന്നാൽ സ്വഹീഹായ റിപ്പോർട്ടുകളിൽ എവിടെയും പ്രവാചകൻ കുറച്ചു കാലം സ്വകാര്യമായി പ്രബോധനം നടത്തിയിട്ടുണ്ട്. എന്നാൽ 3 കൊല്ലം എന്ന് നേരത്തെ വഹി നിലച്ച കാലം ക്ലിപ്തപ്പെടുത്തി പറയുന്നത് പോലെ 3-ൽ പരിമിതപ്പെടുത്താൻ സ്വഹീഹായ റിപ്പോർട്ടുകളിലില്ല. അപ്പോ രഹസ്യ പ്രബോധനം നടത്തിയിട്ടുണ്ട് എന്ന് ശരിയാണ്, അത് 3 കൊല്ലത്തിൽ പരിമിതപ്പെടുത്താൻ പറ്റില്ല. പിന്നെ പ്രവാചകൻ വസ്തഅ്ബിമാതു ഉമർ, നിന്നോട് കൽപ്പിക്കപ്പെട്ട കാര്യം നീ ഉറക്കെ പറയുക, പ്രഖ്യാപിക്കുക എന്ന ആയത്തിറങ്ങിയതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യ പ്രബോധനം ആരംഭിച്ചു എന്ന റിപ്പോർട്ടുകളിലും ചരിത്രഗ്രന്ഥങ്ങളിലും ഖുർആൻ തഫ്സീറുകളിലും ഒക്കെ മലയാളത്തിലും അറബിയിലും ഒക്കെ നമുക്ക് കാണാം. എന്നാൽ ആ ആയത്തിറങ്ങിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യ പ്രബോധനം ആരംഭിച്ചത് എന്ന റിപ്പോർട്ടും സ്വഹീഹായ പരമ്പരയോടുകൂടി ഉദ്ധരിക്കപ്പെട്ടതല്ല. മറിച്ച് രണ്ടും ഉണ്ടായിട്ടുണ്ട്. രഹസ്യ പ്രബോധനം ഉണ്ടായിട്ടുണ്ട്, പിന്നെ പ്രവാചകൻ പരസ്യ പ്രബോധനം ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, പ്രവാചകനെ മുശ്രിക്കുകൾ ഉപദ്രവിക്കാൻ തുടങ്ങി. ഉപദ്രവത്തിന്റെ ഘട്ടത്തിൽ പിന്നെ അബൂ താലിബാണ് സംരക്ഷണം കൊടുക്കുന്നത്. അബൂ താലിബിന്റെ അടുക്കൽ ഖുറൈശികൾ വന്നു എന്നിട്ട് പറഞ്ഞല്ലോ, മുഹമ്മദെ ഇവര് പോയ ശേഷം നബി അബൂ താലിബ് വിളിച്ചു, ഒന്ന് ഇവര് വന്നിട്ട് നമ്മളെ ശല്യപ്പെടുത്തുന്നുണ്ട്, ഇതൊന്ന് എനിക്കിത് നിർത്തിക്കൂടെ എന്ന് പറഞ്ഞപ്പോ നബി എന്താ പറഞ്ഞത്? വലത് കൈയിൽ സൂര്യനും ഇടത് കൈയിൽ ചന്ദ്രനും. വളരെ ആവേശത്തോടുകൂടി നമ്മളൊക്കെ പ്രസംഗിക്കാറുള്ള സംഭവമാണ്. ഈ റിപ്പോർട്ടിനെ കുറിച്ച് അത് സ്വീകാര്യയോഗ്യമല്ല എന്നാണ് പിന്നെ ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ സിൽസിലത്തു സഹീഹയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ ഷോർട്ട് മുഖ്തസറുണ്ട്, അല്ലാത്തതുണ്ട്. മുഖ്തസറിന്റെ 194 ഈ കാര്യം വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതിൽ വന്നിട്ടുള്ള ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ കാര്യം ഒഴിവാക്കാൻ ഞാൻ തയ്യാറല്ല. എന്താണെങ്കിൽ അവർ എന്റെ കയ്യിൽ സൂര്യനിൽ നിന്നുള്ള ഒരു ജ്വാല വെച്ചു തന്നാൽ പോലും ഈ കാര്യം ഞാൻ ഒഴിവാക്കുകയില്ല എന്ന ഒരു റിപ്പോർട്ട് ഹസനാണ് എന്ന് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വലത് കൈയിൽ സൂര്യനും ഇടത് കൈയിൽ ചന്ദ്രനും വെച്ച് തന്നാൽ പോലും ഞാൻ ഒഴിവാക്കുകയില്ല എന്ന് പറയുന്ന റിപ്പോർട്ട് ദുർബലമാണ് എന്ന് അൽബാനിയും മറ്റുള്ള ആളുകളും രേഖപ്പെടുത്തിയതായി കാണാം. ഇതൊക്കെ ആവേശത്തിന് പറ്റും, പക്ഷേ കൃത്യമായ ശരിയല്ല. പിന്നെ അബൂ താലിബിന്റെ അടുക്കലേക്ക് ഒമാറ എന്ന് പറയുന്ന ആളെ, ഒമാറത്ത് ഇബ്നുൽ വലീദ് എന്ന് പറയുന്ന ആളെ കൊണ്ടുചെന്നിട്ട് അബൂ താലിബിനോട് ഖുറൈശികൾ ആവശ്യപ്പെട്ടു, മുഹമ്മദിന് പകരം ഇവനെ നിങ്ങൾ കൊല്ലിക്കോ, മുഹമ്മദ് ഞങ്ങൾക്ക് വിട്ടെന്നേക്ക് ഞങ്ങൾ കൊല്ലട്ടെ എന്ന് പറഞ്ഞപ്പോൾ തരൂല എന്ന് അബൂ താലിബ് പറഞ്ഞു. എന്റെ മോനെ തന്നിട്ട് നിങ്ങളെ മോനെ ഞാൻ പോറ്റിയേ, എന്തൊരു പൊട്ടത്തറയും. അപ്പൊ അങ്ങനെ സംഭവം ചരിത്രത്തിൽ ഉണ്ട്, പക്ഷേ ഹദീസിൽ സ്ഥിരപ്പെട്ടതല്ല. ഈ വിഷയത്തെക്കുറിച്ച് ഫത്ഹുൽ ബാരിയിലും അതുപോലെ തന്നെ ഇമാം ഇബ്നു കസീറും ഒക്കെ ഇത് ദുർബലമാണ് എന്ന് രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. മറ്റ് ഗ്രന്ഥങ്ങളിലുമൊക്കെ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് ചെയ്യുമ്പോൾ അബൂജഹൽ നമ്മൾ അബൂ ജഹൽ എന്നാ പറയുന്നത്, ജഹൽ അല്ല ജഹ്ൽ എന്നാണ്. അബൂ ജഹ്ലിൻ ഹാക്ക് സുക്കൂൻ. അബൂജഹല് പറഞ്ഞു, മുഹമ്മദ് അങ്ങനെ സുജൂദ് ചെയ്യുന്നുണ്ടോ, അവനെ ഞാൻ നിലത്ത് കടത്തും, അവന്റെ കഴുത്ത് അവനെ ഞാൻ ഉപദ്രവിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൂടാലോചന നടത്തി നബി സുജൂദ് ചെയ്യുന്ന സമയത്ത് നബിയെ ഉപദ്രവിക്കാൻ വേണ്ടി അബൂജഹൽ തയ്യാറായി. പക്ഷെ അബൂജഹൽ പോയി, അബൂജഹലോട് പിന്മാറിപ്പോന്നു. അപ്പൊ എന്തേ എന്ന് അബൂജഹലിനോട് ആളുകൾ ചോദിച്ചപ്പോൾ അബൂജഹൽ പറഞ്ഞു, പിന്നെ അള്ളാഹുവാണ് സത്യം, ഞാൻ അവിടെ ഒരു ഫഹല് എന്റെ മുന്നിൽ ഒരു കൂറ്റൻ ഒട്ടകം പ്രത്യക്ഷപ്പെട്ടു. ആ കൂറ്റൻ ഒട്ടകത്തെ പോലെ പിന്നെ തേറ്റകളോ അതുപോലെ തന്നെ അതിന്റെ ഉയർന്ന പൂഞ്ഞയോ മറ്റൊരു ഒട്ടകത്തിനും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ആ ഒട്ടകം എന്നെ വിഴുങ്ങാൻ വേണ്ടി വായ തുറന്നു എന്ന് അത് കണ്ട് പേടിച്ചുകൊണ്ടാണ് ഞാൻ പിന്തിരിഞ്ഞു പോകുന്നത്. ഇത് ഒരുപാട് ചരിത്രഗ്രന്ഥങ്ങളിൽ മലയാളത്തിലും അറബിയിലും ഒക്കെയുണ്ട്. എന്നാൽ ഇതിന്റെ റിപ്പോർട്ടിൽ പേരറിയപ്പെടാത്ത മജ്ഹൂലായ ആളുണ്ട്. വേറെയും തകരാറുകൾ ആ റിപ്പോർട്ടിനുണ്ട്. അപ്പൊ അത് സ്വീകാര്യയോഗ്യമല്ല, പരമ്പര ശരിയല്ല. മറ്റൊന്ന്, സ്വഹീഹായി വന്നിട്ടുള്ള ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഉള്ളത് ഈ നമുക്ക് കേൾക്കാൻ ഹരം തോന്നുന്ന ചരിത്രത്തിന് വിരുദ്ധമാണ്. ഇവിടെ പറഞ്ഞെന്താ, ഞാൻ അള്ളാഹുവിനെ പിടിച്ച് ഇന്നീല വാഹിദു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിനെ പിടിച്ചിതാ കരാർ ചെയ്യുന്നു എന്ന് അബൂജഹൽ പറഞ്ഞു എന്നാണ്. എന്നാൽ മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലുള്ളത് ഉഖ്സിമു ബില്ലാഹി വൽ ഉസ്സ,
ഞാൻ അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്യുന്നല്ല, മറിച്ച് അബൂലഹബിന്റെ തൊള്ളയിൽ എന്താ വരേണ്ടത്? ഞാൻ ലാത്തയെ കൊണ്ടും ഉസ്സയെ കൊണ്ടും സത്യം ചെയ്യുന്നു. ഇതാ മുസ്ലിം റിപ്പോർട്ടിൽ. മറ്റേലുള്ളത് ഞാൻ അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്യുന്നതാണ്. പിന്നെ എന്നെ ഒട്ടകം വിഴുങ്ങാൻ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തിനാണ് അവൻ പിന്തിരിഞ്ഞു പോയത്? അപ്പൊ നബി പറഞ്ഞു, അബൂജഹൽ പറഞ്ഞതായി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ, എനിക്കും മുഹമ്മദിനും ഇടയിൽ തീയുടെ ഒരു വലിയ കിടങ്ങ് ഞാൻ കണ്ടു, തീയുടെ ഒരു കുഴി, വഹൗലൻ വഅജ്നിഹ, ഭീകരമായ ഒരു അവസ്ഥയും കുറെ ചിറകുകളും, കുറെ ചിറക് ഞാൻ കണ്ടു. അപ്പൊ ഈ ചിറകായിരുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് 600 ചിറകുണ്ട്. 600 ചിറകോടുകൂടി, ഏറ്റവും കൂടിയ എണ്ണം ഹദീസിൽ വന്നതാണ്. ആ 600 ചിറകോടുകൂടി നബി 2 തവണ ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ കുറെ ചിറകും കണ്ടു, ഭയാനകമായ ഒരവസ്ഥ, തീയുടെ ഒരു കുഴി. അപ്പൊ ഇത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ദനാ മിന്നി, അബൂജഹലെങ്ങാനും എന്റെ അടുക്കിലേക്ക് വന്നിരുന്നുവെങ്കിൽ ലഹ്തതഫതുൽ മലായികതു ഉദ്വൻ ഉദ്വ, അവന്റെ അവയവങ്ങളെ ഒന്നൊന്നായി ഈ മലക്കുകൾ, ജിബ്രീൽ മാത്രമല്ല ഈ കൂട്ടമായി വന്ന മലക്കുകൾ തട്ടി റാഞ്ചിക്കൊണ്ടുപോകുമായിരുന്നു. അപ്പോ അബൂജഹൽ കണ്ടതെന്താ? ഈ മലക്കുകളുടെ ചിറകും തീയുടെ തീക്കുണ്ടവുമാണ്. അല്ലാതെ ഒട്ടകത്തെ കണ്ടിട്ടല്ല പേടിച്ചു പോയി. അപ്പൊ ഒരു വലിയ ഒട്ടകം തൊള്ളർന്ന് വന്നു, വിഴുങ്ങാൻ വന്നു എന്ന് പറയുന്നത് കുറച്ചുകൂടി അത്ഭുതമായി തോന്നും. എന്നാൽ അത് ശരിയല്ല, ഈ പറഞ്ഞതാണ് ശരിയായിട്ടുള്ളത്. പിന്നെ നമ്മുടെ അമാനി മൗലവി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിലടക്കം സൂറത്തുൽ കാഫിറൂന്റെ അവതരണ കാരണമായി മറ്റൊരുപാട് ഗ്രന്ഥങ്ങളിലും തഫ്സീർ ഗ്രന്ഥങ്ങളിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള, നമ്മൾ സാധാരണ പറയാറുള്ള ഒരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുറൈശികൾ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, ഞങ്ങൾക്ക് വല്ല ഹൈറുണ്ടെങ്കിൽ എനിക്കും കിട്ടാം, എൻ്റെ അടുത്ത് വല്ല ഹൈറുണ്ട് ഞങ്ങളും കിട്ടും, നമ്മൾ തമ്മിൽ ഒത്തുറപ്പിലെത്തുക. നീ ആരാധിക്കുന്നത് ഞങ്ങളും ആരാധിച്ചോളാം, ഞങ്ങൾ ആരാധിക്കുന്നത് നീ ആരാധിക്കുക. അപ്പോഴാണ് നബിക്ക് എന്താ ഇറങ്ങിയത്? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, നിങ്ങൾ ആരാധിക്കുക ഞാൻ ആരാധിക്കാൻ സ്വീകരിക്കണ്ടല്ലോ. ഈ ആയത്തിറങ്ങിയാൽ സൂറത്തിറങ്ങിയത് എന്നുള്ളത് തഫ്സീർ ഗ്രന്ഥങ്ങളിലുണ്ട്. അമാനി മൗലവിയുടെ പരിഭാഷയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ റിപ്പോർട്ട് സ്വീകാര്യയോഗ്യമല്ല, സ്ഥിരപ്പെട്ട ഹദീസല്ല. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. നബിയോട് ഖുറൈശികൾ ആവശ്യപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഇറങ്ങിയതുമല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക തെറ്റാണ്. അമാനി മൗലവി അത് ലൈഫാണ് എന്നുള്ളവർക്ക് ഉദ്ധരിച്ചതല്ല, സ്വഹീഹാണ് എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. ആൾ കുറ്റക്കാരനല്ല. വേറെയും പല കാര്യങ്ങളും അമാനി മൗലവിയുടെ തഫ്സീറിൽ ഇത്തരം ദുർബലമായ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അഖീദയിൽ അഹ്ലുസുന്നത്തിന്റെ വിശ്വാസത്തിന് വിരുദ്ധമായ ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ നിരൂപണം നടത്തി മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ വിഷയം അതല്ല, ഞാനിലേക്ക് പോകല്ല. അള്ളാഹു അദ്ദേഹത്തിന് മഹ്ഫിറത്ത് കൊടുക്കട്ടെ. അദ്ദേഹം ചെയ്ത മഹത്തായ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു അദ്ദേഹത്തിന് പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ വിഷയത്തിൽ ഫത്ഹുൽ ബാരിന്റെ തഅലീഖ്, ഫത്ഹുൽ ബാരി ബുഖാരിന്റെ ഷർഹാണ്. ആ ഷർഹിന് ഷെയ്ഖ് ഇബ്നു ബാസ് ചില ഭാഗങ്ങളിൽ അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. ആ അടിക്കുറിപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിനെ സംബന്ധിച്ച് പറയുന്നത് വഹുവ ദഈഫുൻ, അതിന്റെ പരമ്പരയിൽ വന്നിട്ടുള്ള അബൂ ഖലഫ് എന്ന് പറയുന്ന ആള് ദുർബലനാണ്, അത് ശരിയല്ല. മാത്രമല്ല ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയത്തിൽ മർഫൂആയ നബിയിലേക്ക് ചേർത്ത് പറയപ്പെടുന്ന ഒരു റിപ്പോർട്ടും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ഈ റിപ്പോർട്ട് മാത്രമല്ല, മർഫൂആയ ഒരു റിപ്പോർട്ടും ഉണ്ടായിട്ടില്ല. ഇബ്നു കസീർ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ ഇബ്നു കസീർ സംഭവം ഉദ്ധരിച്ചെടുത്ത് പറഞ്ഞത് ഖീല, പറയപ്പെടുന്നു. അങ്ങനെ ആരോ പറയുന്നുണ്ട്. ഖീല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് മനസ്സിലാക്കണം, ദുർബലമാണ് എന്ന് സൂചിപ്പിക്കാനാണ്. റുവിയ, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുവെന്നോ അല്ലെങ്കിൽ ഉദ്ധരിക്കപ്പെടുന്നുവെന്നോ പറയപ്പെടുന്നുവെന്നോ ഉള്ള പ്രയോഗം പണ്ഡിതന്മാർ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ അങ്ങനെ പറയപ്പെടുന്നുണ്ട് എന്ന ഒരു വാക്കോടുകൂടിയാണ് ഇബ്നു കസീർ ഇത് ഉദ്ധരിച്ചത്. ഹംസ റളിയല്ലാഹു അൻഹു മുസ്ലിമായ സംഭവം ഞാനത് വിശദീകരിക്കില്ല, സമയം കുറവാണ്. ഹംസ റളിയല്ലാഹു അൻഹു മുസ്ലിമായി എന്നുള്ളത് ശരിയാണ്. നബിക്ക് ഏറ്റവും അധികം ഖുറൈശികളിൽ നിന്ന് പീഡനം അനുഭവിക്കേണ്ടി വന്ന ഒരു ഘട്ടത്തിലാണ് ഹംസ റളിയല്ലാഹു അൻഹു മുസ്ലിമായി. പക്ഷേ അദ്ദേഹം മുസ്ലിം ആകാനുള്ള കാരണം അദ്ദേഹത്തെ നേരത്തെ പറഞ്ഞ മുഖ്യ ആള് ആരാ, അബൂജഹൽ, നബിയെ ആക്ഷേപിക്കുകയും ചീത്ത പറയുകയും ചെയ്ത ഒരു സദസ്സിൽ വെച്ച് ഇത് അബൂജദ്ആൻ എന്ന് പറയുന്ന ആളുടെ അടിമയായ പെണ്ണ് ഇത് കേട്ടു. അബൂജഹലിന്റെ വിഷയം പോയി പറഞ്ഞു, അല്ല ഹംസ റളിയല്ലാഹു അൻഹു വിഷയം പോയി പറഞ്ഞു. ഹംസ റളിയല്ലാഹു അൻഹു ആവേശം കൊണ്ടു അദ്ദേഹം വില്ലും വാളുമൊക്കെയായി വന്നു, അബൂജഹലിന്റെ തലക്കടിച്ചു, എന്നിട്ട് രക്തമൊഴുക്കി. എന്നിട്ട് പറഞ്ഞു, നീ മുഹമ്മദിനെ ചീത്ത പറഞ്ഞോ, ഞാൻ അവൻ പറയുന്ന മതത്തിലാണ്, നീ ഒന്ന് ധൈര്യമുണ്ടെങ്കിൽ നിനക്ക് സാധിക്കുമെങ്കിൽ നീ ഇതിനൊന്ന് മറുപടി പറ എന്ന് പറഞ്ഞു. അബൂജഹൽ ഒന്നും മിണ്ടാതിരുന്നു എന്ന റിപ്പോർട്ടാണ്. അങ്ങനെയാണ് ഈ നബിയെക്കുറിച്ച് ചീത്ത പറഞ്ഞ വിഷയമുണ്ടായപ്പോൾ രോഷം കൊണ്ടാണ് ഹംസ മുസ്ലിമായത് എന്നതാണ് റിപ്പോർട്ട്.
പക്ഷേ അതിന്റെ പരമ്പര നബിയിലേക്ക് ചേർക്കപ്പെട്ടതല്ല, മുർസലാണ്. നേരത്തെ പറഞ്ഞ പെരുങ്കള്ളനായ വാക്കിരിയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ തബറാനി, ഹൈസമിയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് മുർസലായ റിപ്പോർട്ടുകളാണ്. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി അതിനെക്കുറിച്ച് ഒന്നും മിണ്ടാതിരുന്നു. നേരത്തെ പറഞ്ഞ ദക്തൂർ അക്രം അൽ ഉമരി അദ്ദേഹം പറയുന്നത് ഇതിൽ ഒരു പരമ്പരയും സ്ഥിരപ്പെട്ടിട്ടില്ല എന്നതാണ്. മറ്റൊന്ന്, ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമായതുള്ളത് ശരിയാണ്, നിശ്ചയിക്കാൻ കഴിയില്ല. എല്ലാവരും വിഷയം സഹീഹുൽ ബുഖാരിയിൽ ഇസ്ലാം ഉമർ എന്നൊരു അധ്യായമുണ്ട്. ഈ ഇസ്ലാം ഉമർ എന്ന അധ്യായത്തിൽ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു സംഭവവും ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമാകാനുള്ള കാരണമായി പ്രതിപാദിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ കേട്ടുവരുന്ന ഒരു വിഷയവും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുസ്ലിമായി എന്നതിനുള്ള കാരണമായി പറയുന്നത് ശരിയല്ല. അതിൽ സാധാരണഗതിയിൽ പറയാറുള്ള നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കാര്യം എന്താണ്? സഹോദരിയും അളിയനും മുസ്ലിമായി എന്ന് കേട്ടു, അവരുടെ അടുക്കലേക്ക് നബിയെ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ടു, ഉരിപ്പിടിച്ച വാളുമായി അങ്ങനെ കത്തിക്കറി പ്രസംഗിക്കും അല്ലെ, ഉരിപ്പിടിച്ച വാളുമായിട്ട് അങ്ങനെ കൊല്ലാൻ പുറപ്പെട്ട ഉമർ. എന്നിട്ട് എന്തായി എന്റെ ഹരണതേ, അങ്ങനെ ഉമർ പോയി ആദ്യം നബിയുടെ കൂടെ എന്റെ അളിയന്റെ പങ്കെടുത്തേക്ക് കൂട് എന്നപ്പോ എന്താ ഒരു മുസ്ലിമായി അങ്ങനെ അവിടെ ചെന്നു. ബാക്കി ഞാൻ പറയണ്ട, കഥയാണ്. ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് പ്രസിദ്ധ നിരൂപകന്മാരും അതുപോലെ തന്നെ ചരിത്രകാരന്മാരുമൊക്കെ പഠനം നടത്തിയിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു എന്ന് പറയുന്ന ആള് ഇതിന്റെ 8 പരമ്പരകളെ സംബന്ധിച്ച് 8 പരമ്പരയിലൂടെ, 1 2 അല്ല 8 പരമ്പരകളിലൂടെ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു നീണ്ട ചർച്ചയാണ്. അത് സംഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് വഫീ കുല്ലിഹാ വഅഫുൻ വഇർസാലുൻ ഔ മുത്തഹമുൻ, എല്ലാ പരമ്പരയിലും ദുർബലതയുണ്ട്, അല്ലെങ്കിൽ കുറ്റം ആരോപിക്കപ്പെട്ട ഒരാളുണ്ട്, അല്ലെങ്കിൽ താബിഈ വരെ എത്തുന്ന മുർസലായ റിപ്പോർട്ടുകളാണ്. ഇതൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു പരമ്പരയും നബിയിലേക്ക് ചേർത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടവയല്ല. ഇനി പരമ്പരയിൽ ഇതിന് തകരാറുണ്ട് എന്നതിന് പുറമെ പരമ്പരയ്ക്ക് പുറമെ ആശയപരമായ വൈരുദ്ധ്യങ്ങളും അതിലുണ്ട്. എന്താണ്? ഒന്ന്, ചില റിപ്പോർട്ടിലുള്ളത് നബി സല്ലല്ലാഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നബിയെ കൊന്നാൽ ഇന്ന പ്രതിഫലം തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഖുറൈശികൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അയച്ചു. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ഉമർ റളിയല്ലാഹു അൻഹു നബിയെ കൊല്ലാൻ സ്വയം ആവേശം കൊണ്ട് പുറപ്പെട്ടതാണ്, ഖുറൈശികൾ അയച്ചതല്ല. രണ്ടും വിരുദ്ധയില്. ഒന്ന് അയക്കുന്നു, മറ്റത് ഉമർ സ്വയം പുറപ്പെടുന്നു. വേറെ ചില റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു വായിക്കാൻ അറിയാമായിരുന്നു. അങ്ങനെ അദ്ദേഹം സ്വയം പങ്ങളിൽ നിന്ന് ഏട് വാങ്ങി അദ്ദേഹം സ്വയം ഓതി നോക്കിയതാണ്. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് അദ്ദേഹത്തിന് വായിക്കാൻ അറിവുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അദ്ദേഹം വായിപ്പിച്ചു. അപ്പൊ രണ്ടും വൈരുദ്ധ്യായി. ഒന്ന് വായിക്കാൻ അറിയാം, മറ്റത് വായിക്കാൻ അറിയില്ല. വേറെ ചിലതിലുള്ളത് ത്വാഹ, സൂറത്ത് ത്വാഹ നബിയിൽ നിന്ന് അണിയിൽ നിന്ന് പങ്ങളിൽ നിന്ന് കേട്ടു. അപ്പോഴാണ് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമായി. വേറെ റിപ്പോർട്ടിലുള്ളത് ഉമർ റളിയല്ലാഹു അൻഹു സൂറത്ത് ഹദീദ് കേട്ടു. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമായത്. സൂറത്ത് ഹദീദ് മക്കയിൽ ഇറങ്ങിയത് പോലും അല്ല, അത് മദീനയിൽ ഇറങ്ങിയ സൂറത്താണ്. പിന്നെ എങ്ങനെ മക്കത്ത് നിന്ന് നബിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഉമർ കേൾക്കുക? പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം, ബുഖാരി ബാബ് കൊടുത്തിട്ടുണ്ട് ഇസ്ലാം ഉമർ, അതിന് സ്ഥിരപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടും കൊടുത്തിട്ടില്ല. പിന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തത് ഖദ് റൂവിയ, പങ്ങളെത്ത് പോയി സൂറത്ത് താഹ എന്ന് പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, റൂവിയ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ആരോ പറഞ്ഞൊരു കാര്യം, അപ്പൊ അത് സ്വീകാര്യോഗ്യമല്ല. ഇത് അദ്ദേഹത്തിന്റെ ഫത്താവ 15-ാം വാള്യം 285-ാമത്തെ പേജിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി ഇതിനെക്കുറിച്ച് ഒന്നും പ്രതിപാദിച്ചതായി കാണാൻ സാധിക്കുന്നില്ല. ദക്തൂർ അക്രം അൽ ഉമരി അദ്ദേഹം പറയുന്നത് ഫലം യസ്ബുത് ശൈഉം മിൻ ഹാദിഹിൽ ഖിസസ് മിൻ ത്വരീഖിൻ സ്വഹീഹ, സ്വഹീഹായ പരമ്പരയിലൂടെ ഈ വിഷയത്തിൽ ഒരു കാര്യവും സ്ഥിരപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ സ്വഹീഹാതല്ല ഞാൻ പറഞ്ഞത്. എന്താ പറഞ്ഞത്? നമ്മൾ കേൾത്ത ദുർബലമായ കാര്യങ്ങളാണ്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമാകാനുള്ള കാരണമായി സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തപ്പെട്ട വിഷയം വേറൊന്നാണ്. അത് ഒരു ജ്യോത്സ്യനുമായി ബന്ധപ്പെട്ട് കേട്ട ഒരു വാർത്തയും ഒരു സംസാരവും. അപ്പൊ അവിടെ ജിന്നിന്റെ വാക്കും സംസാരവും ഒക്കെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുണ്ട്. നമ്മളെ നാട്ടിൽ ചില ആൾക്കാർ നിഷേധിക്കുന്ന ആ വിഷയം കൂടി അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും.
ഞാനതവിടെ വിശദീകരിക്കുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട 2 ക്ലാസ് അത് പൂർത്തിയിട്ടില്ല. 2 ക്ലാസ് നടത്തിയിരുന്നു. നമ്മളെ ദഅവാ വോയിസിലെങ്ങാനും ആ ക്ലാസ് കിട്ടും. അതിൽ നിങ്ങൾ കേട്ടുവെക്കുക, അല്ലെങ്കിൽ വേറെ ഒന്നുകിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ സൗകര്യങ്ങൾ പിന്നെ പറയും. പിന്നെ ഇതിൽ പറയപ്പെടാനുള്ള മറ്റൊരു കാര്യം, ഈ പറഞ്ഞതൊക്കെ പുറമെ ഉമർ റളിയല്ലാഹു അൻഹു അളിയനത്തൊക്കെ പങ്കെടുത്തല്ല, കഅബന്റെ അടുക്കലേക്ക് ചെന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സൂറത്തുൽ ഹാഖ ഓതുന്നത് കേട്ടു. ആ സൂറത്തുൽ ഹാഖ ഓതുന്നത് കേട്ടപ്പോൾ ഉമർ അവിടുന്ന് കേട്ടു. അപ്പൊ നബി ഇങ്ങനെ ഓതുമ്പോ ഇതെന്ത് ഒരു കവി, പിന്നെ അടുത്തായത്തൂരി അപ്പൊ ഇതെന്ത് ഇതൊരു ജ്യോത്സ്യൻ, പിന്നതെന്ത് അതൊരു ഭ്രാന്തൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം സൂറത്തുൽ ഹാഖന്റെ അവസാനത്തിലേക്ക് എത്തിയപ്പോൾ പിന്നെ ഹാഖയിലുള്ള മുഹമ്മദെങ്ങാനും അള്ളാഹുവിന്റെ പേരിൽ നുണ പറഞ്ഞുണ്ടാക്കിയാൽ മുഹമ്മദിനെ നശിപ്പിച്ചു കളയും എന്ന് പറയുന്ന അള്ളാഹിന്റെ താക്കീത്, ആ വാക്കുകൾ കേട്ടപ്പോൾ അപ്പോഴാണ് ഉമർ പറഞ്ഞത്. അങ്ങനെ സൂറത്ത് തീർന്നു. ഇസ്ലാം എന്റെ മനസ്സ് നിറയെ അങ്ങ് സ്വാധീനം ചെലുത്തി സംഭവിച്ചു കഴിഞ്ഞു എന്ന് റിപ്പോർട്ട്. അപ്പൊ നേരത്തെ പറഞ്ഞതൊക്കെ പുറമെ സൂറത്ത് ഹദീദല്ല, സൂറത്ത് താഹയല്ല, സൂറത്തുൽ ഹാഖ. എന്നാൽ ഈ റിപ്പോർട്ട് സ്വീകാര്യോഗ്യമല്ല എന്ന് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി, അതുപോലെ തന്നെ ഷെയ്ഖ് സുഹൈബ് അൽ അർനാഊത്ത് മുസ്നദ് അഹമ്മദിന്റെ തഹ്ഖീഖിലും മറ്റും പ്രതിപാദിച്ചിട്ടുണ്ട്. അതും ശരിയല്ല. ഇനി വേറെ റിപ്പോർട്ട്, പിന്നെ ഇഖ്റ ബിസ്മി ഖദീജന്റെ വീട്ടിൽ നിന്ന് ഓതുന്നത് കേട്ടപ്പോഴാണ് മുസ്ലിമായത്. അപ്പൊ എത്ര റിപ്പോർട്ട്, എത്ര സൂറത്തായി, ഇതൊന്നും എന്തല്ല, സ്വീകാര്യോഗ്യമല്ല. അപ്പൊ നമ്മൾ ആവേശം കൊള്ളുന്ന കാര്യം ശരിയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിലേക്ക് പോയി. ത്വായിഫിലേക്ക് പോയത് ശരിയാണ്, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോകുന്നു എന്നതും ശരിയാണ്. പക്ഷെ ത്വായിഫിലേക്ക് പോയി അവിടുന്ന് കുട്ടികളെ പിന്നാലെ വിട്ടു, കുട്ടികൾ കല്ലെറിഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രക്തമൊഴുകി. അങ്ങനെ വളരെയധികം പ്രവാചകൻ വിഷമിച്ചു. അങ്ങനെ ഒരു കാരക്കത്തോട്ടത്തിൽ പ്രവാചകൻ തോട്ടത്തിലിരുന്നു. അവിടെ ഒരു ക്രിസ്ത്യാനിയായ ഒരുത്തൻ, അദ്ദാസ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനി അടിമ അവിടെ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. നബിയിൽ ചില കാര്യങ്ങൾ കേട്ടപ്പോൾ ഇയാൾ ഈസാ നബിയിൽ നിന്ന്, ബൈബിളിൽ നിന്ന് മനസ്സിലാക്കിയ ഈ സത്യപ്രവാചകനാണ് എന്ന് മനസ്സിലാക്കി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ തലയിലും കാലിലും കാൽപാദങ്ങളിലും കൈക്കുമൊക്കെ ഈ അദ്ദാസ് എന്ന് പറയുന്ന ക്രിസ്ത്യാനിയായ അടിമ ചുംബിച്ചു എന്നൊക്കെ പറയുന്ന റിപ്പോർട്ടുകൾ, ഇതൊക്കെ ചരിത്രഗ്രന്ഥങ്ങളിലുണ്ട്, നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്. അത് ലഈഫാണ് എന്ന് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി സിൽസിലത്തുൽ ലഈഫയിലും ഫിഖ്ഹ് സീറയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അതുപോലെ പ്രവാചകൻ അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ, വളരെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദീർഘമായ പ്രാർത്ഥന നടത്തി. പടച്ചവനെ, ഈ ആളുകൾക്കെതിരിൽ എന്നെ നീ ആരിലേക്കാണ് പടച്ചവനെ വിട്ടുകൊടുക്കുന്നത്? വല്ലാത്തൊരു സങ്കടപ്പാടിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അള്ളാഹു എന്നെ നീ രക്ഷപ്പെടുത്തണം, നിന്നോട് ഞാൻ രക്ഷ തേടുന്നു എന്നൊക്കെ പറയുന്ന പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നതും ദുർബലമായ റിപ്പോർട്ടാകുന്നു എന്ന് കാണാം. ഫത്ഹുൽ ബാരിയിൽ ഇതുണ്ട്. ആ റിപ്പോർട്ടിന് ശേഷം ഇബ്നു ഹജർ അൽ അസ്ഖലാനി രേഖപ്പെടുത്തുന്നു, ദക്കറഹു ഇബ്നു ഇസ്ഹാഖ് ബിഗൈരി ഇസ്നാദിൻ മുതവ്വലൻ. ഇബ്നു ഇസ്ഹാഖ് പ്രസിദ്ധ ചരിത്ര പണ്ഡിതനാണ്. അദ്ദേഹം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ? ബിഗൈരി ഇസ്നാദ്, ഒരു സനദില്ല. സനദില്ലാതെ പറഞ്ഞ കാര്യം സ്വീകരിക്കാൻ പറ്റും. മുതവ്വലൻ, സനദില്ലാതെ നീട്ടിപ്പറഞ്ഞ കാര്യമാകുന്നു. ഷെയ്ഖ് ശുഐബ് അൽ അർനാഊത്ത് ഈ വിഷയം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നത്, അതിലുള്ള പരമ്പരയിലുള്ള ആളുകളൊക്കെ റിജാലുഹു ദിഖാത്ത്, പരമ്പരയിലുള്ള ആളുകളൊക്കെ ശരിയാണ്. പക്ഷേ അതിൽ ഇബ്നു ഇസ്ഹാഖിന്റെ തദ്ലീസ് ഉണ്ട്. എന്നാൽ ഇബ്നു ഇസ്ഹാഖ് അദ്ദേഹം തദ്ലീസ് നടത്തിക്കൊണ്ട് കേൾക്കാത്ത ആളിൽ നിന്ന് കേട്ടു എന്നോ അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള തദ്ലീസ് നടത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പൊ എന്തായി? ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞതുപോലെ ഇത് സ്വീകാര്യോഗ്യമായ റിപ്പോർട്ടല്ല എന്ന് വന്നു. പോയി എന്നുള്ളത് ശരിയാണ്, പോന്നു എന്നുള്ളത് ശരിയാണ്, പ്രയാസം ഉണ്ടായിട്ടുണ്ട്, ബാക്കി പറഞ്ഞത് ശരിയല്ല. ഇതിനോട് ചേർത്ത് നമ്മളിൽ പലരും, മുജാഹിദുകളായ ആളുകൾ പോലും പലപ്പോഴും പറയാറുള്ള, നമ്മുടെ ഒരു പ്രസംഗകന്റെ പ്രസംഗത്തിൽ പലപ്പോഴും ഈ അടുത്തും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിന്റെ സഹിഷ്ണുതയും കാര്യം വിശദീകരിക്കാൻ പറയണം. എന്താണ്? ഔഖ്റലി ഖൗമി ഇന്നഹും എന്താ ഖൗമുല്ലായാണ് അല്ലേ, ലായലമു, എന്റെ ഈ ജനതയ്ക്ക് പുറത്തു കൊടുക്കണേ, അവർ അറിവില്ലാത്ത ജനതയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഗ്ഫിർ ലി ഖൗമി എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പ്രാർത്ഥിച്ചു. കണ്ടോ? കല്ലെറിഞ്ഞാട്ടിയ, ഉപദ്രവിച്ച, ആരും രക്ഷപ്പെട്ടല്ലെന്ന സമയത്ത് അഭയം തേടിച്ചെന്ന ഈ കുടുംബക്കാർ പോലും ആട്ടിവിട്ട് വിഷമിച്ച ഈ ഘട്ടത്തിൽ പ്രവാചകൻ പ്രാർത്ഥിച്ചത് എന്താ? എന്റെ ജനതയ്ക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ച പ്രവാചകൻ
കണ്ടോ, നബിന്റെ മഹത്വം പറയാൻ, നബിന്റെ മഹത്വം പറയാൻ എന്തെല്ലാം കാര്യമുണ്ട്. ഈ കള്ള റിപ്പോർട്ട് വേണം. അപ്പൊ ഇത് സ്വീകാര്യയോഗ്യമായ റിപ്പോർട്ടല്ല. എന്നാൽ ഈ പ്രാർത്ഥന സ്വഹീഹായി വന്നിട്ടുണ്ട്. അതെവിടെ? ഹദീസിലുള്ളതാണ്. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇതുണ്ട്. പക്ഷേ ആ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസ്, ബുഖാരിയുടെ അല്ല, ഇമാം അഹ്മദിന്റെ മുസ്നദിൽ വന്ന റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് സഹീഹാണ് എന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതെപ്പോഴാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് എമ്പാടും ഗനീമത്ത് സ്വത്തുമായി തിരിച്ചു വരികയാണ്. അങ്ങനെ ജിറാന എന്ന് പറയുന്ന മക്കക്കടുത്തുള്ള ഒരു സ്ഥലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ നബി 4 ഉംറയാണ് ചെയ്തത് എന്നാണ് ഹദീസ് മനസ്സിലാകുന്നത്. ആ 4 ഉംറകളിൽ ഒന്നിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇറാൻ കിട്ടിയ സ്ഥലമാണ് ജിറാന എന്ന് പറയുന്നത്. അവിടെ വെച്ച് പ്രവാചകന് ഗനീമത്ത് സ്വത്തുക്കൾ ഓഹരി ചെയ്തു. അപ്പോ ആളുകൾ തിക്കും തിരക്കുണ്ടായി. സഹാബികളാണ്, അവർക്ക് ചില അബദ്ധങ്ങളൊക്കെ സംഭവിക്കാനോ, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അത് കുറ്റം നമ്മൾ കാണാൻ പാടില്ല എന്നാണ് അഹ്ലുസുന്നത്തിന്റെ നിലപാട്. അപ്പോ തിക്കും തിരക്കുണ്ടാക്കി. ഇസ്തഹമൂ എന്നാണ്. എമ്പാടും സ്വത്തുണ്ട്. ഒട്ടകം, പശു, ആട്, വെള്ളി, പാത്രങ്ങൾ, ഒരുപാട് സാധനം. അപ്പൊ തിക്കും തിരക്കുണ്ടാക്കി. ഇത് കിട്ടാൻ വേണ്ടി നബി കൊടുക്കുകയാണ്, വിതരണം ചെയ്യാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഹദീസ് വായിക്കുന്നതിൽ ആശയം പറയാം, അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട അള്ളാഹു നിയോഗിച്ച ഒരടിമ എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകൻ വേറൊരു പ്രവാചകനെ ഉദ്ധരിച്ച് അദ്ദേഹത്തിനുണ്ടായ സംഭവം നബി പറയാണ്. അദ്ദേഹത്തെ ആളുകൾ കളവാക്കി, അദ്ദേഹത്തിന് അവർ മുറിവേൽപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തിൽ നിന്ന് അവരേൽപ്പിച്ച മുറിയിൽ നിന്ന് രക്തമൊഴുകി. ആ സമയത്ത് ഉപദ്രവമേറ്റ അള്ളാഹുവിന്റെ ആ പ്രവാചകൻ പറഞ്ഞു, റബ്ബിഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അള്ളാഹുവേ, എന്റെ ഈ ജനതയ്ക്ക് നീ പുറത്തു കൊടുക്കണമേ, അവർ വിവരമില്ലാത്ത ആളുകളാണ് എന്ന് ആ പ്രവാചകൻ പറഞ്ഞു. അതുപോലെ എന്നെന്തിനായി ആളുകൾ ദ്രോഹിക്കുന്നത്? എനിക്കും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കിയല്ലോ. അപ്പൊ ആ പ്രവാചകന്റെ ചരിത്രം വെച്ച് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. എന്നിട്ട് ഖാല അബ്ദുള്ള, അതായത് റിപ്പോർട്ട് ചെയ്യുന്നത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം പറയാൻ, അൻദുറു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിതാ ഈ ഹദീസ് നിങ്ങളോട് പറഞ്ഞു തരുമ്പോ ഞാൻ നബിയിൽ നിന്ന് കേട്ട്, അല്ലെങ്കിൽ ആ നടന്ന സംഭവം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു ജബ്ഹതഹു യഹ്കി അർ-റജുല. നബി ഇത് പ്രവാചകൻ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ആ പ്രവാചകന്റെ നെറ്റിത്തടത്തിൽ നിന്ന് ഒഴുകുന്ന രക്തം ആ പ്രവാചകൻ കൈകൊണ്ട് ഇങ്ങനെ തുടച്ചു നീക്കുന്നത് പോലെ ആര് കാണിച്ചു കൊടുത്തു? നബി കാണിച്ചു കൊടുക്കാൻ. ആ നബി ഇങ്ങനെ രക്തം തുടച്ചിങ്ങനെ കാണിച്ചു തന്നത് ഞാനിത് അപ്പം ഇങ്ങനെ നോക്കിക്കാണുന്നത് പോലെ ഉണ്ട്. ഇപ്പം കാണുന്ന കാഴ്ച പോലെ എനിക്ക് അനുഭവപ്പെടുന്നു എന്നാര് പറയാ? ഈ ഹദീസ് ഉദ്ധരിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാണ്. അപ്പൊ ഇത് എന്ത് മനസ്സിലായി? ഇത് നബി തായിഫിലെ ആളുകളെ കുറിച്ച് പറഞ്ഞതാണോ? അല്ല. ശത്രുക്കളെ കുറിച്ച് പറഞ്ഞതാണോ? അല്ല. നബിയുടെ സഹാബത്തിൽ നിന്ന് ഒരു അനുഭവം ഉണ്ടായപ്പോൾ മറ്റൊരു പ്രവാചകന്റെ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പ്രവാചകൻ അവരെ ഉണർത്തിയ ഒരു കാര്യമായി. ഇത് നമ്മൾ തായിഫുകാരിലേക്ക് ചേർത്തിട്ട് കണ്ടോ നബീന്റെ സഹിഷ്ണുത എന്ന് പ്രസംഗിക്കുന്നു. മറ്റൊന്ന്, ഇതിനോടനുബന്ധിച്ച് തന്നെ നബി തായിഫിൽ നിന്ന് മടങ്ങി വരുമ്പോൾ പർവ്വതങ്ങളെ കൊണ്ടുപോയിട്ട് നശിപ്പിക്കാന്ന് പറഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കൽ ജിബാൽ എന്നാണ്, പർവ്വതങ്ങളുടെ മലക്കുകളെ നബി അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചു. എന്നിട്ട് ആ പ്രവാചകനോട് കൂടിയാലോചിച്ചിട്ട് എന്താ വേണ്ടത് ചെയ്യാൻ അവൻ നബിനടുക്കലൊന്ന് ചോദിച്ചു, അവരെ നശിപ്പിക്കട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേണ്ടാന്ന് പറഞ്ഞു. ഇത് നമ്മൾ ആരെ കുറിച്ചാ പറയല്? ആരെ മേലെ കൊണ്ടുവിടാനാ? ഈ ഉപദ്രവിച്ചതാരാ? ത്വായിഫുകാർ. അപ്പൊ ത്വായിഫുകാരുടെ മേൽ ഇത് കൊണ്ടുപോയിട്ട് അവരെ നശിപ്പിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ നബി വേണ്ടാന്ന് പറഞ്ഞു. കണ്ടോ, അത്രക്ക് ദ്രോഹിച്ച ആളുകൾ നബി കാണിച്ച സഹിഷ്ണുത. ഇവിടെ സംഭവമൊക്കെ ശരിയാ, മലക്ക് വന്നിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്, നബി വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മല ത്വായിഫുകാരുടെ മേലെ കൊണ്ടുപോയിടട്ടെ എന്നല്ല ചോദിച്ചത്. മറിച്ച് നബി ഹിജ്റ പോകാൻ കാരണമാരാ? മക്കയിലെ ഖുറൈശികളാണ്. അപ്പൊ മക്കക്കാരുടെ മേൽ അത് കൊണ്ടുപോയിടട്ടെ എന്നാ ചോദിച്ചത്. ഇത് സാദുൽ മആദിൽ ഇമാം ഇബ്നുൽ ഖയ്യിം രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും, അതിന്റെ 29ാമത്തെ പേജിൽ. അതുപോലെ തന്നെ ഫത്ഹുൽ ബാരി 10ാം വാള്യം 16ാമത്തെ പേജിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കക്കാരുടെ മേൽ ഇത് കൊണ്ടുപോയി ഇടാനാകുന്നു എന്നാണ്. ഇതേപോലെ ഫത്ഹുൽ ബാരി തന്നെ വേറെയും റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ അത് ത്വായിഫുകാരുടെ മേലല്ല, ഇവരുടെ മേലാണ്. തീരൂല. ഏതാണ്ടപ്പം നിർത്തണം. ഒരു കാൽ എത്രക്ക വാങ്ങി നിങ്ങൾ പറയുമ്പോൾ നിർത്തും. തീർക്കണ വിഷയമല്ല, കാരണം തീരൂല. ഒന്നും പറയില്ല, ഞാൻ നിർത്തിക്കോളാം. ഉമർ റളിയല്ലാഹു അൻഹു അല്ല, ഉമർ റളിയല്ലാഹു പിന്നെ ഇതിൽ വേറെ നമ്മള് ആമുൽ ഹുസൻ അല്ലെ, നമ്മളെ മനസ്സമളത്തിലുണ്ട്.
പിന്നെ ക്വിസ് പ്രോഗ്രാമിലുണ്ടാവും ആമുൽ ഹുസൻ, ദുഃഖവർഷം എന്നറിയപ്പെട്ടത് ഏത്? നബി അങ്ങനെ ഒരു കൊല്ലത്തിലും ആമുൽ ഹുസൻ എന്ന് പേരിട്ടിട്ടില്ല. നബിക്ക് ഖദീജ, ഭാര്യ ഖദീജയും സംരക്ഷകൻ അബൂ താലിബും മരിച്ചപ്പോൾ നബി ആമുൽ ഹുസൻ, ദുഃഖവർഷം എന്ന് പേരിട്ടു എന്ന് പറയുന്നത്. എന്നാൽ അത് നബിയുടെ പേരല്ല. എന്നാൽ അത് പിൽക്കാലത്ത് ആളുകൾ ഉണ്ടാക്കിയ പേരാണ്. നബിക്ക് അതിനേക്കാളൊക്കെ വിഷമമുണ്ടായ സംഭവം ഉണ്ടായിട്ടുണ്ട്. 6 മാസത്തിനിടക്ക് 150ഓളം പ്രഗത്ഭരായ ഖുർആൻ ഖാരികളും ഹാഫിദുകളുമായ സഹാബികളെ ശത്രുക്കൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയി പഠിപ്പിക്കാൻ തരണം, മൗലവിമാരെ അയച്ചിരുന്ന കൂട്ടിക്കൊണ്ടുപോയിട്ട് കൊന്ന സംഭവം ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഉഹുദ് യുദ്ധത്തിൽ മരിച്ച 70ഓളം ആളുകൾ. അപ്പൊ ഈ 70ഉം 80ഉം കൂട്ടിയാൽ 150 പ്രഗത്ഭരായ സഹാബികൾ. ആര്? ഹംസ അടക്കം, അബ്ബാസ് ഹംസ അടക്കം ഈ ആളുകളൊക്കെ മരിച്ചു. എന്നിട്ട് നബി, അതാണ് നബിക്ക് ഏറ്റവും വിഷമമുണ്ടാക്കിയ കൊല്ലം. ആ കൊല്ലത്ത് നബി ആമുൽ ഹുസൻ എന്ന് പറഞ്ഞു ഇല്ല. അപ്പോ അത് നബി പറഞ്ഞിട്ടില്ല. അതിനേക്കാൾ ദുഃഖമുണ്ടായ നബി ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അത് തെറ്റായ പ്രയോഗമാണ്. പിന്നെ ഈ ഉമറിന്റെ ഹിജ്റ ചുരുക്കി പറയാം. ഉമർ റളിയല്ലാഹു അൻഹു ഹിജ്റയിൽ ഇവിടെ പിന്നെ NDF-കാരും അത്തരത്തിലുള്ള ആളുകളും ഒക്കെ തെളിവാക്കി ഉദ്ധരിക്കാറുള്ള ഒരു കാര്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പരസ്യമായി വെല്ലുവിളിച്ച് പ്രകടനം നടത്തി. അതിലുള്ള വാചകം എന്താ? ആരെങ്കിലും ഭാര്യയെ വിധവയാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അതുപോലെ തന്നെ കുട്ടികളെ യതീമാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഉമ്മമാർ തങ്ങൾക്ക് മക്കൾ നഷ്ടപ്പെടണം എന്ന്, അല്ലെങ്കിൽ കുട്ടികൾ നഷ്ടപ്പെട്ടവരാകണം എന്നുദ്ദേശിക്കുന്നുവെങ്കിൽ ഈ താഴ്വരക്ക് താഴെ വെച്ച് ഇതാ വരൂ, ഞാനുമായി ഏറ്റുമുട്ടട്ടെ എന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് ആര് പോയത്? ഉമർ റളിയല്ലാഹു അൻഹു പോയത്. അപ്പോ പരസ്യമായി വെല്ലുവിളിച്ച് ഒരു പരസ്യമായി വെല്ലുവിളിച്ചിട്ടാണ് ഉമർ പോയത് എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ സാധാരണ നമ്മൾ കേൾക്കാറുള്ളത്. എന്നാൽ ഈ റിപ്പോർട്ടുകൾ ഒന്നും തന്നെ ശരിയല്ല എന്ന് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, എന്റെ നാട്ടിൽ സിറിയയിൽ പറയാറുള്ളത് പോലെ ഇത് വെറും ഈ വിറകും കെട്ട് പോലെയാണ് എന്നാണ്. വിറകും കെട്ടിനകത്ത് എന്തുണ്ടാവും? തേളും ഈ മറ്റേ തങ്ങൾ പറയുന്ന കൽക്കുഞ്ഞൻ, നമ്മുടെ നാട്ടിൽ പറയുന്ന എന്താണ് പിന്നെ കരിക്കണ്ണി എന്ന് പറഞ്ഞ സാധനം, കൽക്കുഞ്ഞുണ്ടല്ലോ, അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇതുപോലുള്ള വെറും ഒരു വിറകും കെട്ടാണ് എന്നാര് പറയുന്നത്? ഷെയ്ഖ് അൽബാനി ഈ റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഉമർ വെല്ലുവിളിച്ചു പോയിട്ടില്ല. പിന്നെ സഹീഹുൽ ബുഖാരിയിൽ അടക്കം ഉദ്ധരിക്കപ്പെട്ട സഹീഹായ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത് നബി ചെയ്തതുപോലെ വളരെ സ്വകാര്യമായി ഒരാളെ ഏൽപ്പിച്ച് ഇന്ന സ്ഥലത്ത് ഇന്ന തോട്ടത്തിന്റെ അടുത്ത് ഇന്ന പ്രദേശത്ത് ഇന്ന സമയത്ത് എത്തണം എന്ന് മുൻകൂട്ടി പറഞ്ഞ് സ്വകാര്യമായി മക്കയിൽ നിന്ന് മെല്ലെ ഒളിച്ചോടുകയാണ് ആര് ചെയ്തത്? ഉമർ ചെയ്തത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഉമറുള്ളാഹിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അത് സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസിലുള്ളതാണ്. അപ്പൊ ആ ചരിത്രം മറച്ചുവെച്ച് ഇവിടെ വെല്ലുവിളിച്ച് ഭയങ്കര ആവേശം ഉണ്ടാക്കല്ലോ. അപ്പോ ആ കഥയാണ് അവിടെ ഒരൊറ്റ കാര്യങ്ങൾ പറഞ്ഞു നിർത്തുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രകടനം. ഏതാണ് പ്രകടനം? നബി എടുക്കുന്ന മുസ്ലിമായി അങ്ങനെ നീണ്ട കഥയിൽ നമുക്ക് കാണാം. എന്തിനാ നബിയെ നിങ്ങളിങ്ങനെ, ഇസ്ലാം സത്യമല്ലേ? ശരിയാണ്. ഇത് ദീനല്ലേ? അതെ ശരിയാണ്. എന്തിനാ നബിയെ പിന്നെ നിങ്ങളിങ്ങനെ ഇത് ഒളിച്ചു വെച്ചിട്ട് സ്വകാര്യമാക്കി ഇവിടെ ഈ പരലോട് കുത്തിരുന്ന് നടത്തുന്നത്? നമുക്ക് ഹക്കാണോ? എങ്കിൽ ഇറങ്ങൂ, നമുക്കിത് പരസ്യമായി പ്രഖ്യാപിച്ചുകൂടെ എന്ന് നബി ഉമർ ചോദിച്ചു. അങ്ങനെ 3 ദിവസം മുമ്പ് മുസ്ലിമായ ഹംസ, പിന്നെ മുസ്ലിമായ ഉമർ, നബിയും രണ്ടാളും കൂടി അവിടെയുള്ള ആളുകളൊക്കെ കൂടി 2 വരിയാക്കി നിർത്തി. അങ്ങനെ ഒരു ഭാഗത്ത് നബിയും പിന്നെ ലീഡർമാരായിട്ട് ഉമറും ഹംസയും, 2 ആളുകൾ ഇങ്ങനെ ലീഡറായി, പിന്നെ കൊടി പിടിച്ചതിൽ പറയില്ല. അങ്ങനെ 2 നിരയായി കഅബയുടെ അടുക്കലേക്ക് മാർച്ച് നടത്തിയിട്ട് എന്ത് ചെയ്തു? ഒരു വെല്ലുവിളി, ഒരു പ്രകടനം ആര് നടത്തി? ഈ 2 പ്രഗത്ഭരായ നേതാക്കന്മാരുടെ നബിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി എന്ന് പറയുന്ന റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ അന്നാണ് എനിക്ക് നബി അൽ ഫാറൂഖ് എന്ന് പേരിട്ടത് എന്നും ഈ കഥയിൽ പറയുന്നു. ആരാണ് നബിക്ക് ഉമർ ഫാറൂഖ് എന്നറിയപ്പെട്ടു എന്നത് ശരിയാണ്. അന്നാണോ പേരിട്ടത്, നബിയാണോ ആ പേരിട്ടത് എന്നൊക്കെ നിങ്ങൾ പരിശോധിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ റിപ്പോർട്ടുകളെല്ലാം ദുർബലമാകുന്നു. അങ്ങനെ ഒരു പ്രകടനം നടത്തിയിട്ടില്ല. അപ്പോ ഇന്നും നമ്മുടെ നാട്ടിൽ കാണാം, ഏത് പാർട്ടിക്കാൻ നടത്തിയാലും ലഭിക്കുന്ന റാലിയാണെങ്കിലും നമ്മുടെ നാട്ടിൽ മടവൂരി സഹോദരന്മാർ മറ്റേ ഇറാഖ് പ്രശ്നത്തിൽ സദ്ദാമിന് പിന്നെ എന്ത് പ്രഖ്യാപിക്കല, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടൊക്കെ മലപ്പുറത്തൊക്കെ പെണ്ണുങ്ങളൊക്കെ മക്കളെ എടുത്ത് ഇങ്ങനെ വയനാട്ടിലൊക്കെ പ്രകടനം നടത്തില്ലേ? അവർക്ക് 2 വരിയെ. അപ്പൊ ഈ 2 വരി പ്രകടനം നടത്താൻ ഇസ്ലാം തെളിവ് എന്താ? ഉമറും ഹംസയും കൂടി 2 വരിയിൽ നബിന്റെ നേതൃത്വത്തിൽ 2 വരിയുടെ പ്രകടനം പോയത്. അപ്പൊ പ്രകടനം 2 വരിയായിരിക്കണം, ഒറ്റ വരി നടത്താൻ പാടില്ല. അതാണ് സുന്നത്ത്. കിട്ടുവോ? ഇല്ല. ഈ സംഭവം കളവാണ്. എന്നിട്ട് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം. ഇന്ന് നമ്മുടെ നാട്ടിലെ ചില ഭരണം ജനങ്ങൾക്ക്, അല്ലെ, ഇപ്പൊ ജമാഅത്തിന്റെ മുദ്രാവാക്യം എന്താ?
നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറഞ്ഞത് ഭരണം ആർക്കാണ്? ഭരണം ലിശ്ശഅബി, ഭരണം ജനതക്കാണ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യം വളരണം, ജനങ്ങൾ ഭരിക്കട്ടെ. ഇതാണല്ലോ ഇപ്പൊ എല്ലാവരും ആവേശം കൊള്ളുന്നത്. അപ്പൊ ജനാധിപത്യം ജനങ്ങൾ ഭരിക്കട്ടെ, ഭരണം ജനങ്ങൾക്കാണ് എന്ന് പറയുന്ന മുദ്രാവാക്യം അത് ഇസ്ലാമിന്റെ മുദ്രാവാക്യമല്ല. നമ്മുടെ നാട്ടിലെ ചില ഇസ്ലാമിസ്റ്റുകൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇഖ്വാനുന അദ്ദുആത്ത് അലാ ശർഇയ്യ അൽ മുളാഹറാത്ത് അൽ മഅറൂഫ അൽ യൗം. ഇന്ന് പ്രകടനം എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ചില ആളുകൾ പ്രകടനത്തിന് തെളിവാക്കുന്നത് ഈ സംഭവമായിരിക്കാം എന്ന് ആര് പറയുന്നുണ്ട്? ഷെയ്ഖ് അൽബാനി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ പ്രകടനത്തിന് തെളിവില്ല, ഇവരാരും പഠനം നടത്തിയിട്ടില്ല, ഇവിടെ നിർത്തുകയാണ്. ഇനിയും ഒരുപാട് സംഭവങ്ങളുണ്ട്, പറഞ്ഞതിനിടയ്ക്ക് ഞാൻ വിട്ടതുണ്ട്. ഇനിയൊരു അവസരം ഉണ്ടെങ്കിൽ മറ്റു സന്ദർഭത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അപ്പോ ഞാൻ പറഞ്ഞത് സത്യം നിങ്ങൾ അംഗീകരിച്ചോളന്നില്ല, തെളിവ് ശരിയാണോ അല്ലേ എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഇതുപോലെ ഞാൻ വിവരമില്ലാത്ത ആളാണ്. നമ്മൾ താലിബിൽ നിന്നൊന്നും പറയാൻ പറ്റൂല. താലിബിൽ നിന്ന് കുറെ മുത്തൂനൊക്കെ പഠിച്ചാണ്. എനിക്ക് ഒരു മുത്തൂന്ന് അറിയാം, ഉള്ള ഹക്ക് വരാം. ഇഫ്ലാഖിനാൽ വളരെ പിന്നിലാണ്. അള്ള തരാത്ത കഴിവ് തരാത്തോണ്ടാണ്. ശ്രമിച്ചു നോക്കാറുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ നിൽക്കും. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ മുമ്പിൽ അവതരിപ്പിച്ചു. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ശരിയാണെങ്കിൽ അത് മനസ്സിലാക്കുക. പക്ഷേ ഇതുകൊണ്ടിപ്പോ ഏറ്റവും ചുരുങ്ങിയത് ഒരു പായതണ്ടാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒറ്റയടിക്ക് മനസ്സിലാക്കാതെ ഒരു പരിശോധിക്കണം എന്ന ഒരു ബോധമെങ്കിലും നമുക്കുണ്ടായാൽ അത് നമുക്കൊരു ഹൈറിലേക്ക് എത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഒരു ചിന്ത നമുക്ക് നൽകുമാറാകട്ടെ. കേട്ടതെല്ലാം ശരിയാണ്, അല്ലെങ്കിൽ ആളുകൾ പറയുന്നതൊക്കെ ശരി തന്നെയായിരിക്കും. അങ്ങനെ നമ്മളൊക്കെ ധരിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഖുത്ബ നമ്മൾ മുജാഹിദുകൾ ആവേശപൂർവ്വം നടത്തുകയും അതൊരു നിർബന്ധമാണ്. അതുകൊണ്ട് നമ്മൾ അന്വേഷിച്ചില്ല, മറിച്ചൊരു ചിന്ത ഉണ്ടായില്ല. അപ്പൊ അത് നമ്മൾ പരിശോധിക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പറയട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഇൽമ് നീ വർദ്ധിപ്പിച്ചു തരണമേ. അത് പഠിക്കാനും മനസ്സിലാക്കാനും നിലനിർത്താനും പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. സംസാരത്തിൽ വല്ല അബദ്ധവും വന്നുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ തിരുത്താനുള്ള അറിവും അതിനുള്ള മാർഗവും തിരുത്താനുള്ള മനസ്സും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും. വേണ്ടി മാരിനേഷൻ കൂടി നിർത്തല പോണം. മാരിനേഷൻ കൂടി നിർത്തല സമയം ഉണ്ടെങ്കിൽ അതിനാളെന്താ